remember who I was. ഹലോ ലവ്ലീസ് ഫ്രം വിലീസ്. നമ്മളെല്ലാം ഒന്നിപ്പിച്ച, ഒരുമിച്ച് ചിന്തിക്കാൻ തുടങ്ങിപ്പിച്ച അതുല്യ സീരീസിൻ്റെ അവസാനത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഫിനാലെ തീരുമ്പോൾ വിഷമം ഉണ്ടെങ്കിലും നമുക്കൊരു സമാനമുണ്ട്. ഇനി അടുത്ത കൊല്ലം ബാക്കി കാണാമല്ലോ എന്നുള്ളൊരു ആശ്വാസം. എന്നാൽ അടുത്ത കൊല്ലം ഈ ഒരു സമയത്തേക്ക് എത്തുമ്പോഴേക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, പിന്നെ ഒരിക്കലും നമ്മൾ ഫ്രമിൻ്റെ ലോകത്തേക്ക് പോകാൻ പോണില്ല. ഇനിയും മികച്ചതും നല്ലതുമായ കുറേ സീരീസുകൾ വന്നേക്കാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു രീതിയിൽ ആസക്തി ഉണ്ടാക്കിയ, ഒരു ചിന്താശീലം ഉണ്ടാക്കിയ ഫ്രം പോലെ ഒന്ന് ഇനി കാണാൻ കഴിയുമോ? തീർച്ചയായും ഇല്ല. ഈ കിട്ടിയ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്തൊരു സന്തോഷവും ആനന്ദവും. ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെ ബോയിഡും നൈറ്റ് മോൺസ്റ്റേഴ്സും ബിൽഡറിങ്ങും നിഗൂഢതകളും എല്ലാം അതിലൂടെ കടന്നു പോകാൻ ഇനി ഒരിക്കലും സാധിക്കില്ല എന്നോർക്കുമ്പോൾ ഇപ്പം തന്നെ ഹൈലി ഇമോഷണൽ. പക്ഷെ ഒട്ടും വിഷമിക്കേണ്ട സമയമല്ല ഇപ്പോൾ. കാരണം ടൗണിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പല പ്രയത്നങ്ങളും പരീക്ഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ജെയ്ഡും തബീത്തയും ആ ടണലിൽ മോൺസ്റ്റേഴ്സിൻ്റെ തൊട്ട് മുന്നിലാണ്. അവരുടെ ജീവൻ തുലാസിലും. മുകളിൽ ബോട്ടിൽ മരം പിഴുതു മാറ്റാനുള്ള ശ്രമവും തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഇതെല്ലാം എത്രത്തോളം വിജയിക്കുമെന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യമല്ലേ? നിങ്ങൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് കൗബോയ് മോൺസ്റ്റർ ഉൾപ്പെടെയുള്ള രാക്ഷസന്മാർ ജെയ്ഡിൻ്റെയും തബീത്തയുടെയും മുന്നിൽ നിന്ന് താക്കീത് നൽകുകയാണ്. അവർ നേരത്തെ ടാർപോളിൽ മാത്രമാണ് അവർ തമ്മിലുള്ള ഏക മറ. ധരിച്ചു പോകുന്ന തബീത്തയെ ജെയ്ഡ് ധൈര്യം നൽകി അതൊന്നും ശ്രദ്ധിക്കാതെ പെട്ടെന്ന് തന്നെ അസ്ഥികളെടുത്ത് ബാഗിലാക്കാൻ പറയുന്നു. കാരണം അവർ അവിടെ തന്നെ നിൽക്കുവാണ്. ടാലിസ്മാൻ തൂക്കിയിട്ടുള്ളത് കാരണം അകത്തേക്ക് വരുന്നില്ല. അങ്ങനെ ധൃതിയിൽ കല്ലറയിലേക്ക് ഇറങ്ങി അസ്ഥികൾ ശേഖരിക്കുമ്പോൾ മുകളിൽ രാക്ഷസന്മാരില്ലെന്നേ ഉള്ളൂ. അവരുടെ അത്രത്തോളം ടെൻഷനാണ് ബോയിഡിനും സംഘത്തിനും. ആർക്കും സ്റ്റഡിയായിട്ടൊന്നും നിൽക്കാൻ കൂടി പറ്റുന്നില്ല. അവർ വെയിറ്റ് ചെയ്യാണ്. കാരണം അത്ര പെട്ടെന്ന് മരം പിഴുതെറിയാനും പറ്റില്ല. താഴെയുള്ളവർക്ക് ഗുഹയിൽ കയറി അസ്ഥികൾ എടുക്കാൻ കുറച്ച് സമയം വേണം. അത് പൂർത്തിയായെന്നുള്ള അടുത്ത സിഗ്നൽ വരുന്നതും പിന്നെ ഒന്നും നോക്കാതെ മരം പിഴുതു മാറ്റുക എന്നതാണ് പ്ലാൻ. ഇതിനിടെ ക്രിസ്റ്റി സംശയിക്കുന്നുണ്ട്, അഥവാ മരം പിഴുതു മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാമെന്ന്. തീർച്ചയായും ബോയിഡിനും പിന്നെ ഒരു വഴി മുന്നിലില്ല. കാരണം അവരാരും ഒരു പ്ലാൻ ബി ചിന്തിച്ചിട്ടില്ല. ഒരിക്കൽ പ്ലാൻ ബിയും ചോദിച്ചു കാണുന്ന ആളാണ് ബോയിഡെന്ന് കൂടി ഓർക്കണം. എന്നാൽ ബോയിഡിനെ വിശ്വസിപ്പിക്കാൻ ജെയ്ഡ് ഒരു ഭീകര കളവ് പറഞ്ഞതായി അവിടെ തെളിയുകയാണ്. താഴെ ഈ സമയം അവർ ആ എല്ലുകളെല്ലാം എടുത്തു കഴിയാറായിട്ടുണ്ട്. നിരപരാധികളായ കുറേ കുട്ടികൾ അസ്ഥികൾ ആണെന്നുള്ള യാഥാർത്ഥ്യം തബീത്തയ്ക്ക് താങ്ങാനാവുന്നില്ല. എങ്കിലും അങ്ങനൊന്നും ചിന്തിക്കാതെ എല്ലാം കൈക്കലാക്കിയ ശേഷം ആ ബാഗുമായി തബീത്ത മുകളിൽ താഴേക്കിടുന്ന ലോ ബ്രാഡർ വഴി കയറി പോകണമെന്ന് ജെയ്ഡ് പറയുവാണ്. എന്നാൽ അവൾ സമ്മതിക്കുന്നില്ല. കാരണം അസ്ഥികളാണ് രാക്ഷസന്മാരെ അകറ്റി നിർത്തുന്നത്. ഈ ഗുഹയിൽ നിന്ന് പോയാൽ അവരുള്ളിലേക്ക് വരില്ലേ? എന്നാൽ ആ അസ്ഥികൾക്ക് അങ്ങനെ ഒരു ശക്തിയുമില്ല എന്ന് ജെയ്ഡ് വെളിപ്പെടുത്തുകയാണ്. ബോയിഡിനെ ഈ ഏക ദൗത്യത്തിലേക്ക് ഇൻവോൾവ് ആക്കാൻ വേണ്ടി അവൻ പറഞ്ഞൊരു നുണയായിരുന്നു അത്. മോൺസ്റ്റേഴ്സിനെ ഒരിക്കലും ആ ബോൺസ് അകറ്റില്ലെന്ന് പറയുമ്പോൾ അവിടെ അവൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, സ്വന്തം ജീവൻ ത്യജിക്കുക എന്നതാണ്. കുട്ടികൾക്ക് വേണ്ടി തബീത്ത ഇതുമായി മേലേക്ക് കയറുമ്പോൾ മോൺസ്റ്റേഴ്സിനെ തടഞ്ഞു നിർത്താൻ താൻ ശ്രമിക്കാമെന്നാണ് ജെയ്ഡ് നിൽക്കുന്നത്. തബീത്തയുടെ വാക്കുകളെ അവഗണിച്ചാൻ റേഡിയോയിൽ സിഗ്നൽ നൽകുന്നതും അവിടെ ട്രക്കിന് ആക്സിലേറ്റർ കൊടുക്കുന്നു. മരം വലിച്ചിടാൻ തുടങ്ങുന്നതും ആ വേരുകൾ, നമ്മൾ ജെയ്ഡിലൂടെ കണ്ട കുട്ടികളുടെ പ്രതീക്ഷയാൽ ഉത്ഭവിച്ച വേരുകൾ ഇളകാൻ തുടങ്ങുകയാണ്. ഇതോടെ ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവം, അത്രയും നേരം അവിടെ നിന്ന മോൺസ്റ്റേഴ്സ് എല്ലാം ടാർപ്പിയും വലിച്ചേറി അകത്തേക്ക്. അതും ടാലിസ്മാന് അവർ പുല്ലുവില പോലും കൽപ്പിക്കാതെ. സോ ടാലിസ്മാൻ എന്ന രക്ഷാകവചത്തിൻ്റെ ശക്തി ഒരിക്കലും പൂർണ്ണ സുരക്ഷ ഒഴിക്കില്ലെന്ന് ഇവിടെ പ്രത്യേകിച്ച് ഈ സീസണിൽ നിന്നും നമുക്ക് മനസ്സിലായി. ചിലപ്പോൾ മുകളിൽ ആ മരം മാറാൻ തുടങ്ങിയപ്പോഴേക്കും അവിടെ ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ടുമാകാം മോൺസ്റ്റേഴ്സ് ആ നിമിഷം ഉള്ളിലേക്ക് കടന്നത്. അവരെല്ലാം കൂടി അകത്തേക്ക് വരുന്നതും ആ മരം കൃത്യമായി പിഴുതു മാറ്റപ്പെടുന്നു. എന്നാൽ അവിടെ ഒരു വലിയ ആശ്വാസം ഉണ്ടാകുന്നു. ആ വിടവിലൂടെ വരുന്ന സൂര്യപ്രകാശം അത് മോൺസ്റ്റേഴ്സിനെ ബാധിക്കുന്നുണ്ട്. അവർക്ക് ആ വെളിച്ചം തട്ടുന്നത് സേഫല്ല. ഉടൻ തന്നെ ഇരുട്ടിലേക്ക് മാറുന്നതും തബീത്തയ്ക്ക് മനസ്സിലാവുന്നു. അവറ്റകൾക്ക് ഇരുട്ടിൽ മാത്രമേ വരാൻ കഴിയുള്ളൂ. ബോയിഡ് വൈകാതെ ആ വിടവിലൂടെ താഴേക്ക് അലറി വിളിക്കുന്നുണ്ട്. ജെയ്ഡ് കേട്ട് എത്രയും പെട്ടെന്ന് റോ ബ്ലാഡർ ഇടാൻ പറയുന്നതിനെ തുടർന്ന് താഴേക്ക് ഇടുമ്പോൾ ഇപ്പോൾ ഇങ്ങനൊരു സാഹചര്യമായതുകൊണ്ട് ജെയ്ഡിന് സ്വന്തം ജീവൻ കളയാതെ തബീത്തയോടൊപ്പം മുകളിലേക്ക് കയറി രക്ഷപ്പെടാം. അങ്ങനെ ഗോവണി തൂക്കി ഇറക്കുന്നതും ആദ്യമേ തബീത്തയെ കയറ്റിവിടുന്നു. ഇതെല്ലാം രാക്ഷസന്മാർ നോക്കി മാത്രം നിൽക്കുമ്പോൾ ആ ചതി, സോഫിയയുടെ ചതി, അവൾ ആ പകുതി അർത്ഥ കയറിൽ വെയിറ്റ് കയറുന്നതോടെ വലിഞ്ഞു പൊട്ടുന്നതും തബീത്ത പെട്ടെന്ന് താഴേക്ക്. ആ മാനിനിയിലോ കയറിൽ കേട് വരുത്തിയതും ഉദ്ദേശിച്ച പോലെ തന്നെ നടന്നു. അവന് ആളുകൾ ടണലിലേക്ക് പോകുന്നതിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. കാരണം അതുകൊണ്ട് അവർക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് അവനിക്കറിയായിരുന്നു. പക്ഷേ ജെയ്ഡും തബീത്തയുമാണ് ടണലിലേക്ക് പോകുന്നറിഞ്ഞപ്പോഴാണ് അവന് ശരിക്കും പേടിയായത്. ഈ സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ അതെങ്ങനെ ചെയ്യുന്നു എന്നതിനാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ആ കയറവൻ കേടുവരുത്തി എന്നതിൽ നിന്ന് മനസ്സിലാകുന്നത് ജെയ്ഡും തബീത്തയും അസ്ഥികൾ എടുക്കുന്നത് മാത്രമല്ല,
അസ്ഥികളുമായി അവർ ടണലിൽ നിന്ന് പുറത്തു വരുന്നതും അവന് പണി കൊടുക്കുന്ന കാര്യമാണെന്നാണ്. അവർ അസ്ഥികളുമായി പുറത്തു വരുന്നത് തൻ്റെ പ്ലാനുകൾക്കെതിരാണെന്ന് മാനിനിലോയ്ക്ക് അറിയാം. കയറുപൊട്ടി വീണെങ്കിലും ഭാഗ്യത്തിന് തബീത്തയ്ക്കൊന്നും സംഭവിച്ചില്ല. എന്നാൽ മുകളിൽ ഒരു വൻ അടിയന്തര സാഹചര്യം. സെക്കൻഡുകൾക്കുള്ളിൽ ആ പകൽ ഒരു രാത്രിയായി മാറുകയാണ്. ഉയ്യോ, എന്താ സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. മുമ്പ് ആ റേഡിയോ ടവർ നശിപ്പിക്കാനും ജിമ്മിൻ്റെ വീട് തകർക്കാനും ആളുകൾ കൃഷി ചെയ്യുന്ന മണ്ണ് നശിപ്പിക്കാനും ഈ സ്ഥലം ഒരു കൊടുങ്കാറ്റ് തന്നെ അയച്ചതുപോലെ ഇപ്പോഴേ നട്ടുച്ചയ്ക്ക് ഇരുട്ടായിരിക്കുകയാണ്. ഈ ഒരു ടൗണിൻ്റെ ദേഷ്യം നമ്മളിങ്ങനെ അത്ഭുതമാം വിധം സാക്ഷ്യം വഹിക്കുമ്പോൾ ഈ സ്ഥലത്തെ മരങ്ങൾ അനങ്ങുമെന്നും കാലാവസ്ഥയും സീസണുകളും അസാധാരണ സമയങ്ങളിൽ മാറുമെന്നും നമ്മൾ മറക്കരുത്. അതുകൊണ്ട് ഇപ്പോൾ ഈ സൂര്യപ്രകാശം ഇല്ലാതാകുന്നത് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടത് തന്നെയാണ്. ഇരുട്ടി അടയ്ക്കുന്നതോടെ ആ നശിച്ചിതങ്ങൾ യഥാർത്ഥ രൂപത്തിൽ പൈശാചികമായി അടുക്കുന്നതും ഭൂമിയുലുക്കം. വൻ ഭൂചലനത്തിൽ അവിടെ നിയന്ത്രണം വരെ നഷ്ടപ്പെടുന്നു. എന്താണിത്? അവസാനമാണോ ഈ ടൗണിൻ്റെ? ഒരു സംഭവബഹുലമായ തുടക്കം ഫിനാലെ എപ്പിസോഡിന്. ഭൂമിയുലുക്കം പെട്ടെന്ന് തന്നെ നിൽക്കുന്നതും അവിടെ അത്ഭുതമെന്ന് പറയട്ടെ, ഗുഹയുടെ എതിർവശത്തായി മറ്റൊരു വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നു. വീണ്ടും അടുക്കുന്ന മോൺസ്റ്റേഴ്സിൽ നിന്നും അവരെ ചെറിയ വിടവിലൂടെ ജീവനം കൊണ്ട് കയറി എങ്ങോട്ടോ പോകുമ്പോൾ മുകളിൽ ഈ നടക്കുന്നതൊന്നും അറിയാതെ അവർ പരിഭ്രാന്തരായി നിൽക്കുകയാണ്. ഇരുട്ടായതോടെ അവിടെയും രാക്ഷസന്മാർ ചീറി അലറിക്കൊണ്ട് അടുക്കുന്നു. ഇനി അവിടെ നിൽക്കുന്ന ഒട്ടും സേഫല്ല. എന്നാൽ ബോയ്ഡ് താഴെയുള്ളവരെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ലെന്നും താൻ ആ ഗുഹയിലേക്ക് ഇറങ്ങാൻ പോകണമെന്നും പിടിവാശിയിൽ നിൽക്കെ ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. മകൻ എല്ലീസ പറഞ്ഞിട്ട് പോലും. എന്നാൽ ക്രിസ്റ്റി അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നിന്നാൽ മരിക്കാൻ പോകുന്നത് എല്ലാവരും ആയിരിക്കും. ഇതോടെ ബോയ്ഡും സാഹചര്യം മനസ്സിലാക്കി എല്ലാവരും വണ്ടിയിൽ കയറി ടൗണിലേക്ക് തിരിക്കാൻ പറഞ്ഞ് ഓടുന്നെങ്കിലും പാറ്റിയൊക്കെ പേടിച്ച് സമനില തെറ്റി നിൽക്കുകയാണ്. ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ മരവിച്ച് നിൽക്കുന്ന അവളെയും പിടിച്ചു കയറ്റി അവറ്റകൾ വരും മുന്നേ വണ്ടികൾ കയറി പായുമ്പോൾ ഈ കുലുക്കം അങ്ങ് ടൗണിലും വലിയ പരിഭ്രാന്തി ഉണ്ടാക്കി. വിക്ടർ ജയിലിൽ കിടന്ന് പേടിച്ച് കുറച്ച് തുറക്കാൻ പറഞ്ഞ് കെന്നിയോട് രോഷം കൊള്ളുകയാണ്. നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞതല്ലേ മലപിഴുത മാറ്റില്ലെന്ന്, കണ്ടില്ലേ ഈ സംഭവിക്കുന്നേ? ക്ലിനിക്കിലും മൊത്തം തകിടം പറഞ്ഞ് കുറേ സാമഗ്രികൾ തറയിലേക്ക് വീണു. ഫാത്തിമയും മരിയലും അതെല്ലാം അടുക്കി വയ്ക്കുമ്പോൾ അവരറിയുന്നില്ല ഏറ്റവും പ്രാധാന്യമേറിയ ഒരു വസ്തുവും വീണിട്ടുണ്ട് അവിടെ. കോളനി ഹൗസിലും ഇതേ കുലുക്കവും ഇരുട്ടും കൊണ്ട് ആൾക്കാർ ഭയക്കുമ്പോൾ ടണലിൽ ആ പുതിയ വിള്ളലിലൂടെ നുണ്ടുകയറി ടാബിയും ജെയ്ഡും ഓടുമ്പോൾ പിന്നാലെ തന്നെ മോൺസ്റ്റേഴ്സും അവരെ വിടാതെ പിന്തുടരുവാണ്. നമ്മുടെ സംഘം കയറി എത്തുന്നത് മറ്റൊരു കൊച്ചു ഗുഹയിലേക്കാണ്. എന്നാൽ അവിടെ ഒരു വശത്തായി മരക്കൊമ്പുകൾ വെച്ചുണ്ടാക്കിയ ഒരു കൊച്ചാറ കാണുന്നു. മുമ്പ് തബീത കണ്ടൊരു വിഷൻ ഓർമ്മയില്ലേ? ആൺകുയി കുട്ടികളുള്ള ഒരാൾ തടവറയിൽ കുടുങ്ങിക്കിടന്ന പോലെ. അതല്ലെങ്കിലും സിമിലർ ആയിട്ടുള്ളൊരു തടവറയാണത്. ചിലപ്പോൾ കുട്ടികളെല്ലാം അടച്ചു വെച്ചിരുന്ന ഒരു കാരാഗ്രഹമായിരുന്നിരിക്കുക അത്. ജെയ്ഡ് വലിച്ചു വരാൻ ശ്രമിക്കുന്നെങ്കിലും നടക്കുന്നില്ല. അത്രയ്ക്കും ബലം. ആ പൈശാചിക മൃഗങ്ങളോടൊപ്പം അവിടേക്ക് എത്തുന്നതും വീണ്ടും ഭയാനകമായ അന്തരീക്ഷം. എന്നാൽ അവിടെ ഒരിക്കൽ കൂടി പൊടുന്നതിനൊരു ഭൂചലനം ഉണ്ടാവുന്നതും രാക്ഷസന്മാർ പിൻവാങ്ങി ആ ഒരു കവാടത്തിൽ കല്ലുകൾ വീണ് അടയുന്നു. ഇത് സത്യം പറഞ്ഞാൽ എന്താണ് നടക്കുന്നത്? ആ കുട്ടികൾ ആ പാവങ്ങളെ തങ്ങളുടെ ശക്തി വെച്ച് പരമാവധി ജെയ്ഡിനെയും തബീത്തയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന പോലെയാണിത്. നീചമായ ടൗൺ പെട്ടെന്ന് ഇരുണ്ട് മൂടിയപ്പോൾ ഗുഹയിലുണ്ടായ ഭൂചലനം ആ കുട്ടികളുടെ പ്രവൃത്തിയായിരിക്കാം. അതിലൂടെ വിള്ളലുണ്ടായി രക്ഷപ്പെടാനുള്ളൊരു മാർഗം രൂപപ്പെട്ടു. ഇപ്പോഴും അതുപോലെ തന്നെ മരണം അവർക്ക് മുന്നിൽ വന്ന് തട്ടിപ്പോയിരിക്കുകയാണ്. ആ അസ്ഥികൾ കയ്യിലുള്ളത് അവർക്ക് സംരക്ഷണം ഒരുക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ. പിന്നൊരു കാര്യം, മോൺസ്റ്റേഴ്സിന് സൂര്യപ്രകാശം പേടിയാണെന്ന് കണ്ടു. എന്നാൽ അത് അവരെ നശിപ്പിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം മുന്നേ 2ാം സീസണിൽ സ്മൈലി മരിച്ച് സൂര്യപ്രകാശത്തിൽ കിടന്നപ്പോൾ അവൻ വെയിലത്ത് കിടന്ന് കത്തിപ്പോകുകയൊന്നും ചെയ്തില്ലല്ലോ. അതായത് വാമ്പയറുകളെ പോലെ പുകവരികയൊന്നും ചെയ്തില്ല. അതുകൊണ്ട് സൂര്യപ്രകാശം അവർക്ക് ശരിക്കും ദോഷം ചെയ്യുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഏതോ ഒരു ആചാരം, റിച്വൽ കാരണം ഈ മോൺസ്റ്റേഴ്സിന് സൂര്യപ്രകാശത്തിലേക്ക് പോകാൻ പറ്റില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. പാറ്റിയുടെ സകല നിയന്ത്രണം വിട്ട് പിച്ചും പേയും പറയുവാണ് വണ്ടിയിലിരുന്ന്. ഇതിനൊന്നും ഇറങ്ങിത്തിരിക്കണ്ടായിരുന്നെന്നും അതുകൊണ്ടാണിപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നതൊക്കെയെന്നും. ടൗണിനെ ദേഷ്യം പിടിപ്പിച്ചപ്പോൾ അത് നമ്മളെ നശിപ്പിക്കാൻ പോവാ, നമ്മളെല്ലാം പണ്ടടങ്ങാൻ പോവാണ്. ഈ ബോയ്ഡാണ് നടക്കുന്ന സകല അപകടത്തിനും കാരണമെന്നവൾ മുഖത്തടിച്ച് പറയുന്നതും അത്രയും നേരം സമ്മാനിക്കാൻ ശ്രമിച്ച ആളുടെ മുഖം മാറി. ഇന്നേരമാണ് ഒരു മോൺസ്റ്റർ അവളുടെ വണ്ടിയുടെ മുന്നിലേക്ക് വരുന്നതും പിടിച്ചു വലിഞ്ഞ് കയറാൻ നോക്കുന്നത്. അക്കോസ്റ്റ വെട്ടിച്ച് മാറ്റുന്നെങ്കിലും പാറ്റി ഉണ്ടല്ലോ ബോയ്ഡിൻ്റെ കയ്യിൽ തോക്ക് പിടിച്ചെടുത്ത് സ്വയം വെടിവെച്ച് മരിക്കാൻ നോക്കുവാണ്. വല്ലാത്തൊരു സിറ്റുവേഷൻ. അവർക്ക് പേടിച്ച് ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ്. ഒരു തരത്തിൽ അങ്ങനെ തന്നെ അവർ മുന്നോട്ട് പോകുമ്പോൾ ഓർക്കണം, പാറ്റി നേരിട്ട ഭീകരതകൾ മറ്റാരും അവിടെ ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നേരിടേണ്ടി വന്നിട്ടില്ല. സെറ്റിൽമെൻറ്റിലെ രാക്ഷസപാകളുടെ അടുത്ത് നിന്ന് സുഹൃത്ത് റോജർ നഷ്ടപ്പെട്ട് തലനാരിക്ക് രക്ഷപ്പെട്ടു. തൊട്ടടുത്ത രാത്രി വീണ്ടും ഇതേ റോജർ സോംബിയായി അവളെ കൊല്ലാനെടുത്തു. ഇപ്പോൾ ദേ ചുറ്റും മോൺസ്റ്റേഴ്സ്. 3ാം തവണയാണ് ജീവിക്കുമോ മരിക്കുമോ എന്നുള്ള സിറ്റുവേഷനിൽ അവളുള്ളത്. പാവത്തിൻ്റെ മാനസിക നില തന്നെ തെറ്റിപ്പോയി. ക്ലിനിക്കിൽ നേരം മരിയലും ഫാത്തിമയും ചേർന്ന് അവിടുത്തെ കുലുക്കത്തിലുണ്ടായ കുഴപ്പങ്ങളും തട്ടി വീണ് നമുക്ക് അടുക്കി വൃത്തിയാക്കാൻ നോക്കുകയാണ്. ഇങ്ങനെ പെട്ടെന്ന് എഴുതിയ സാഹചര്യത്തിൽ
പുറത്തുപോയി മറ്റുള്ളവരെ സഹായിക്കാനാണ് ഫാത്തിമയ്ക്ക് താല്പര്യം. അവർക്ക് എന്ത് സംഭവിച്ചെന്നുള്ള നല്ല ടെൻഷനുണ്ട്. കാരണം സേഫല്ലെന്ന് അവർക്ക് വ്യക്തമായി അറിയാം. എന്നാൽ മരിയൽ അതിനൊരിക്കലും മുതിരരുത്. പുറത്തേക്ക് ഇറങ്ങേണ്ടെന്ന് ഫാത്തിമയെ വിലക്കുവാണ്. തീർച്ചയായും മരിയലിന് നല്ല പേടിയുണ്ട്. ക്രിസ്റ്റി പുറത്തു തന്നെയല്ലേ. പക്ഷേ ഇപ്പോൾ ഉള്ള ജീവൻ കൂടി അപകടത്തിലേക്ക് വീഴ്ത്തിയെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഫാത്തിമ തൻ്റെ ഹെൽത്തിനെക്കുറിച്ച് രഹസ്യമാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണെന്നും യഥാർത്ഥത്തിൽ എന്താ തൻ്റെ പ്രശ്നമെന്നും തർക്കിച്ച് നിൽക്കുകയാണ്. പെട്ടെന്നൊരു ഫീലിംഗ്. സ്മൈലി മോൺസ്റ്ററുമായുള്ള ആ കണക്ഷൻ അത് വീണ്ടും ഉണ്ടാവുകയാണ്. സ്മൈലി അവൻ അടുത്ത് തന്നെ ഉണ്ടെന്നും ക്ലിനിക്കിനടുത്തേക്ക് വരുന്നതായും അവൾ പറയുന്നു. മരിയൽ ഇത് കേട്ട് ഓടിച്ചു നോക്കുമ്പോൾ സംഭവം ശരിയാണ്. അവൻ ചിരിച്ചുകൊണ്ട് നടന്നു വരുവാണ്. ഉള്ളിൽ ഭയത്തോടെ തന്നെ അവൾ ധൈര്യമായിരിക്കാൻ പറഞ്ഞ് ടാലിസ്മാൻ നോക്കുമ്പോൾ അത് ഭൂകമ്പത്തിൽ പൊട്ടി താഴേക്ക് വീണിരുന്നു. ഫാത്തിമയും ഞെട്ടി നിൽക്കെ പെട്ടെന്ന് താഴെ നിന്ന് എടുക്കുമ്പോഴേക്കും അവൻ കഥ തുറന്ന് അകത്തേക്ക് കയറുന്നു. മരിയൽ ടാലിസ്മാൻ എടുത്ത് ഫാത്തിമയും കൂട്ടി ഉള്ളിലെ വേറൊരു മുറിയിലേക്ക് ഓടിക്കേറി കല്ല് തൂക്കാൻ തുടങ്ങുന്നതും പക്ഷേ സ്മൈലി എങ്ങനെയോ അവിടേക്കും വരുന്നു. മരിയൽ ഫാത്തിമയെ സംരക്ഷിച്ചുകൊണ്ട് ഒരു കത്തി വെച്ച് അവനെ ഭീഷണിപ്പെടുത്തുന്നെങ്കിലും ഫാത്തിമ ഒരു വശത്ത് നിന്ന് അരുത് എന്ന് മുന്നേ കെന്നിയുടെ ടൈമിലെ പോലെ അലർന്നെങ്കിലും രക്ഷയില്ല. അവൻ ഫാത്തിമയുടെ മുഖത്തേക്ക് നോക്കി അമ്മേ എന്ന് വിളിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തൻ്റെ രാക്ഷസ രൂപമെടുത്ത് നഖങ്ങൾ കൊണ്ട് മരിയലിൻ്റെ വയറ് കീറുന്നു. ഒയ്യോ! സ്മൈലി ആ സന്തോഷത്തിൽ അലറാൻ തുടങ്ങുമ്പോൾ അതേ സമയത്ത് തന്നെ ഫാത്തിമയും നിയന്ത്രണം വിട്ടു പോകുന്ന പോലെ സ്മൈലിയെ പോലെ തന്നെ അലറുകയാണ്, ഒരു മോൺസ്റ്ററിനെ പോലെ. അവളുടെ അവസ്ഥ കൂടുതൽ വഷളാവുകയാണ്. തങ്ങളിൽ ഒരാളെ മാറുവാണ് ഫാത്തിമയെന്ന് അവന് നല്ല ബോധ്യമുണ്ട്. അവൻ അവളെ ഒന്നും ചെയ്യാതെ പോകുന്നതും. എന്നാൽ മരിയലിന് ആ ആവശ്യതയിൽ ഫാത്തിമയെ പേടി. കാരണം അവളിൽ പെട്ടെന്ന് വന്നുപോയ ആ രാക്ഷസ സ്വഭാവം തന്നെ. പക്ഷെ പേടിക്കേണ്ടെന്നും താൻ എന്താ ചെയ്യേണ്ടതെന്നും ആ മുറിവ് അവൾക്ക് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് ക്രിസ്റ്റിയെ കാണണമെന്നാണ്. മരിയലിൻ്റെ ആ മുറിവ് നല്ല ആഴത്തിലുള്ളതാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. ഇവിടെ ഇങ്ങനെ ഏറ്റവും വലിയൊരു നീചത ക്ലിനിക്കിൽ അരങ്ങേറുമ്പോൾ ഡൈനറിൽ അവിടെ എൽജിൻ മരിച്ചിട്ടില്ല. പകരം സോഫിയുടെ മുമ്പിൽ ഇരിക്കുവാണ് ക്ലാരയുടെ സാന്നിധ്യത്തിൽ. താൻ ആരാണെന്ന സത്യം എൽജിന് മനസ്സിലാക്കിയിട്ടും സോഫി അവനെ കൊല്ലാതെ നിർത്തിയിരിക്കുന്നത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ്, തൻ്റെ ജാരനാവാൻ. ഉടമ്പടിയിലൂടെ ക്ലാരയെ തൻ്റെ ബാർഗിൻ അക്സെപ്റ്റ് ചെയ്യിപ്പിച്ച പോലെ ഇപ്പോൾ എൽജിനെയും അതിലേക്ക് നയിക്കുകയാണ്. വീട്ടിലേക്ക് പോകാനുള്ള അവസരമുണ്ട്, തന്നെ സഹായിച്ചാൽ മാത്രം എന്ന വ്യവസ്ഥ അംഗീകരിക്കുന്നുണ്ടോ എന്ന് സോഫിയ എൽജിനോട് ചോദിക്കുന്നു. അവനാകട്ടെ പേടിച്ച് ക്ലാരയെ നോക്കുകയാണ്. കാരണം അവൾ ഇതേപോലെ ഒരു ഉടമ്പടി ഉണ്ടാക്കി നിൽക്കുന്നവളല്ലേ. എന്നാൽ സോഫിയ അവനോട് തന്നെ തന്നെ നോക്കി സംസാരിക്കുന്ന കർക്കശമായി പറഞ്ഞ ശേഷം പുറത്തെങ്ങനെ പെട്ടെന്ന് ഇരുട്ടതയെക്കുറിച്ച് അവൾ സംസാരിക്കുന്നു. എല്ലാം അവസാനിക്കാൻ പോവുകയാണ്. ഈ ടൗൺ നശിക്കാൻ പോകുന്നു. ഇനിയെല്ലാം വളരെ നീചമായിരിക്കും. അതിൽ നിന്ന് സുരക്ഷിതമാവാൻ തൻ്റെ ഉടമ്പടി സ്വീകരിച്ചാൽ മാത്രം മതിയെന്ന് വശീകരിക്കാൻ ശ്രമം നടത്തുന്നെങ്കിലും എൽജിനാകട്ടെ ആ തക്കതിനെ പുറത്തേക്കിറങ്ങി ഓടാൻ ശ്രമിക്കുന്നു. എന്നാൽ അവളുടെ അടിമ ക്ലാര എൽജിനെതിരെ നിൽക്കുന്നു. സോഫി ഇത് കണ്ട് നിനക്കെങ്ങോട്ടും ഓടി ഒളിക്കാൻ കഴിയില്ലെന്ന് വിരട്ടിക്കൊണ്ട് നിർത്തി തൻ്റെ കൈകളിലേക്ക് പിടിക്കാൻ പറയുകയാണ്. കാട്ടിൽ നിന്ന് ക്രിസ്റ്റിയും മെല്ലിസും അടങ്ങുന്ന സംഘം ക്ലിനിക്കിലേക്ക് എത്തുമ്പോഴാണ് സ്മൈലി അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് നടന്നു പോകുന്നത് കാണുന്നത്. ക്രിസ്റ്റി നോക്കുമ്പോൾ അവനിൽ ചോരക്കറയൊക്കെ ഉണ്ട്. മാത്രമല്ല സ്മൈലി പുനർജനിച്ചു എന്ന് കേട്ടതല്ലാതെ അവൾ വീണ്ടും നേരിൽ കാണുന്ന ഒരു മൊമെൻ്റ് കൂടിയാണ്. ഒരിക്കൽ താൻ കീറി മുറിച്ച ആ രാക്ഷസൻ വീണ്ടും ഇങ്ങനെ നിൽക്കുന്നത് തീർച്ചയായും അതിശയം തന്നെ. സ്മൈലിയെ സംബന്ധിച്ച് അവൻ ആദ്യമായാണ് ക്ലിനിക്കിന് മുന്നിൽ നിൽക്കുന്നതും, വീണ്ടും ജനിച്ച ശേഷം. അന്ന് തന്നെ കൊന്നുകീറിയ അതേ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് പോകുന്ന സന്തോഷം അവൻ്റെ മുഖത്ത് വ്യക്തമാണ്. വാൻ പെട്ടെന്ന് തന്നെ ക്ലിനിക്കിന് മുന്നിൽ നിർത്തി ഓടിക്കേറി ഉള്ളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ മരിയൽ അവളുടെ രക്തം മുഴുവൻ ഒലിപ്പിച്ച് തളം കെട്ടി കിടക്കുവാണ്. ഫാത്തിമയും വയറമർത്തി പിടിച്ചിരിക്കുന്നിടത്തേക്ക് ക്രിസ്റ്റി മാക്സിമം നോർമലായി വന്നിരുന്നിട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞിരിക്കെ അവളുടെ മെഡിക്കൽ ബാഗ് എടുക്കാൻ ഫാത്തിമ പോകുന്നു. ഒരിക്കൽ അവർ പരസ്പരം കണ്ടപ്പോൾ ഉള്ള സന്തോഷം എത്രത്തോളം വലുതായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോഴോ, എനിക്ക് മരിക്കണ്ട, നിന്നെ വിട്ട് പോകണ്ട എന്നൊക്കെ ആ പാവം ഇരുന്ന് പറയുന്നുണ്ട്. പക്ഷേ ക്രിസ്റ്റി എന്ത് ചെയ്യാനാണ്? കഷ്ടം. മരിക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ചുംബിക്കുന്ന മരിയൽ അങ്ങനെ ആവശ്യമായിരിക്കുവാണ്. ക്രിസ്റ്റി ആ പറയുന്നതൊന്നും അംഗീകരിക്കാതെ മെല്ലെ അവളെ ചുംബിക്കുന്നതും പാവം കരഞ്ഞു പോകുന്നു. ആ ഒരു ചുംബനം പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ അവൾ മരിച്ചും പോകുന്നതൊക്കെ എങ്ങനെ സഹിക്കും? ഈ സീസണിലെ നമ്മളെ നോവിക്കുന്നൊരു മരണം. ക്രിസ്റ്റി അവളെ കെട്ടിപ്പിടിച്ച് കരയാണ്. മരിയലിനെ കൊന്ന സ്മൈലി എന്തുകൊണ്ടാണ് ഫാത്തിമ ഒന്നും ചെയ്യാതെ വിട്ടത്? അവിടെയാണ് എപ്പിസോഡിലെ ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ നടക്കുന്നത്. സ്മൈലി ഫാത്തിമയെ നോക്കി മദർ എന്ന് വിളിക്കുന്നുണ്ട്. സ്മൈലി ഉറക്കെ അലറുമ്പോൾ മനുഷ്യസഹിതമല്ലാത്തൊരു ശബ്ദത്തിൽ ഫാത്തിമയും തിരിച്ചലർന്നു. കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായി ഫാത്തിമയുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ കണ്ടതാണ്. അവളുടെ ഹൃദയമെടുപ്പ് 19 കുറഞ്ഞതും വയറ്റിൽ കറുത്ത ഞരമ്പുകൾ വന്നതും മുടി കൊഴിയുന്നതുമെല്ലാം അവൾ ആ നീചതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു സൂചനകളായിരുന്നു. സോഫിയുടെ രക്തം അവളുടെ ശരീരത്തിലേക്ക് എത്തിയതോടെയാണ് ഈ മാറ്റം വേഗത്തിലായത്. ഫാത്തിമയുടെ ഈ ഒരു പ്രത്യേകത കൊണ്ടാണ് സ്മൈലി അവളെ ഒന്നും ചെയ്യാതെ തിരിച്ചു പോയത്. നമ്മൾ ആദ്യ സീസണിൽ കണ്ടു എന്ത് താബീത്തയുടെ വിഷൻ. ആൾ വീട്ടിലെ ബേസ്മെൻ്റ് കുടിയെടുത്ത് മുകളിലേക്ക് കയറുമ്പോഴേ വന്ന ദർശനത്തിൽ ജിം തലകീടായി കെട്ടിത്തൂങ്ങിക്കിടക്കുന്നതായി ദൃശ്യമായപ്പോൾ ഈ സീസണിൻ്റെ 2ാം എപ്പിസോഡിൽ
ജിം അതേപോലെ തന്നെ യഥാർത്ഥത്തിൽ തലകീഴായി മരണപ്പെട്ട് കിടന്നു. ഇതുപോലെയൊരു ഫോർഷാഡിങ് തന്നെ ആയിരുന്നില്ലേ മരിയലിൻ്റെതും. 2ാം സീസണിൽ സ്മൈലിയുടെ ബോഡി ക്ലിനിക്കിൽ കിടക്കുന്ന സമയം അവളിൽ വന്ന സ്വപ്നം. നമ്മളെപ്പോലും ഞെട്ടിച്ച ആ നൈറ്റ് മെയറിൽ സ്മൈലി ഡേ ടൈമിൽ ക്ലിനിക്കിലേക്ക് കയറി വരികയും അവളെ ആക്രമിക്കുകയും ചെയ്തു. ഇപ്പോൾ നടന്നിരിക്കുന്നതും അത് തന്നെ. പകൽ സമയത്ത്, എന്നാൽ ഇരുട്ട് മൂടി കിട്ടിയ അന്തരീക്ഷത്തിൽ മരിയലിനെ ആ രാക്ഷസൻ യഥാർത്ഥത്തിൽ കൊന്നിരിക്കുകയാണ്. എൽജിൻ്റെ കൈകളിൽ പിടിച്ച് അവസാനമായി എന്നോണം സോഫിയ എന്ന ഡെവിൾ തൻ്റെ ഡീലിൽ സൈൻ ചെയ്യാൻ പറയുന്നു. എന്നാൽ ഇവിടെ എൽജിൻ്റെ ആ മനസ്സ് എത്ര നിഷ്കളങ്കമാണ് യഥാർത്ഥത്തിലെന്ന് നമ്മൾ കാണുകയാണ്. മരണം മുന്നിൽ തന്നെ നിറഞ്ഞിട്ടും അവൻ സോഫിയുടെ കൂടെ ചേരാതെ ദൈവത്തെ വിളിക്കുകയാണ്. ദൈവത്തോട് തന്നെ രക്ഷിക്കാൻ പ്രാർത്ഥിക്കുന്ന കണ്ട് സോഫിക്ക് ദേഷ്യം വന്ന് അവൾ ചെയ്യുന്നതോ, അവൾ ആ കൈകളിലെ പിടി മുറുക്കുന്നു. അവൻ വേദന കൊണ്ട് പുളയുന്നു. ആ വേദനയിൽ അവൻ നിലത്ത് വീണുപോയി കണ്ണിലൂടെയും വായിലൂടെയും ചോര കുതിച്ചൊഴുകുകയാണ്. അവൻ മരിച്ചു. ഓ ഗോഡ്, ഇങ്ങനെ ബാക്ക് ടു ബാക്ക് മരണങ്ങൾ തന്നാൽ എങ്ങനെ താങ്ങാനാണ്? മരിയൽ മരിച്ചതിൻ്റെ വിഷമത്തിൽ നിന്ന് നമ്മൾ മാറിയിട്ടില്ല. അപ്പോഴേക്കും ഇതും. എൽജിൻ കുറച്ച് സ്ലോ ആണെന്നറിയാം. കഴിഞ്ഞ എപ്പിസോഡ് സോഫിയയ്ക്ക് ആ ചിത്രം കാണിച്ചു കൊടുത്തത് ഫ്രമ്മിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിലൊന്നായി കണക്കാക്കേണ്ടി വരും. എൽജിനെ ഇത്രയൊക്കെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മരിക്കുന്നതിന് മുമ്പ് അവൻ പ്രാർത്ഥിക്കാൻ കാണിച്ച ആ വിശ്വാസത്തെ ബഹുമാനിക്കുന്നു. കിമോണ ലേഡിയെ വിശ്വസിച്ചതും ഫാത്തിമയെ തട്ടിക്കൊണ്ടുപോയതുമെല്ലാം അവൻ്റെ വിഡിത്തമായിരുന്നു. എന്നാൽ എല്ലാം രക്ഷപ്പെടാൻ എന്നൊരൊറ്റ പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ നോക്കിയേ, വീണ്ടും രക്ഷിക്കാമെന്ന് പറഞ്ഞ് പുതിയൊരാളെത്തിയപ്പോൾ അത് പൈശാചികമാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ തൻ്റെ നാട്ടുകാർക്കെതിരെ തിരിയാൻ വീണ്ടും അവൻ തയ്യാറായില്ല. കാരണം ഒരു കണ്ണും കൂടിയല്ലേ ഉള്ളു പാവത്തിന്. അവൻ സോഫിയുടെ ഉടമ്പടി സ്വീകരിക്കാതെ ഉറച്ചു തന്നെ നിന്നു. തീർച്ചയായും എൽജിൻ്റെ മരണം നമ്മെ വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. നിങ്ങളായിരുന്നു എൽജിൻ്റെ സ്ഥാനത്തെങ്കിൽ എന്തോ ചെയ്യുമായിരുന്നോ? ഒന്ന് സങ്കല്പിച്ചിട്ട് പറയൂ. പിന്നെ ഈ സീസണിൻ്റെ തുടക്കം മുതൽ നമ്മൾ കാണുവാണ്, ഈ മാനിനിയല്ലോ അഥവാ സോഫിയ എന്ന എൻറ്റിറ്റിക്ക് ഫിസിക്കൽ കോൺടാക്റ്റ് ഉണ്ടായാൽ മാത്രം മതി അവൻ ആ വ്യക്തിയുടെ ശരീരത്തെ നിയന്ത്രിക്കാനും അവരെ കൊല്ലാനും സാധിക്കും. ഇപ്പോൾ എൽജിനെ കൊന്നതോടെ ആ നിമിഷം തന്നെ പകൽ വെളിച്ചം തിരിച്ചു വരുന്നു. ആ ഇരുട്ടുമൂടിയ സാഹചര്യം മാറിയിരിക്കുകയാണ്. പുറത്തേക്കിറങ്ങുന്ന അവൾ ക്ലാരയോട് എൽജിൻ്റെ ബോഡി മാറ്റാൻ കൽപ്പിക്കുന്നു. അതെങ്ങനെ എന്നൊന്നും അവൾക്കറിയണ്ട. പക്ഷേ ആ ബോഡി ഇവിടുന്ന് ക്ലിയർ ആയിരിക്കണം. ഇനി ഈ സ്ഥലം എരിയുന്നത് കാണാൻ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഡൈനറിലെ താലിസ്മാനെടുത്ത് പോവുകയാണ്. നമുക്കുടനെ കാണാമെന്നും പറഞ്ഞിട്ട്. ക്ലാരയ്ക്കാണെങ്കിൽ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യാത്ത അവസ്ഥ. ഇവളെന്തായാലും ഇതിനെല്ലാം അനുഭവിക്കുന്ന എനിക്ക് ഉറപ്പാണ്. പാവം നമ്മുടെ എൽജിൻ ഒന്ന് രക്ഷപ്പെടാൻ അനുവദിച്ചിരുന്നെങ്കിലോ. എൽജിൻ്റെ ഈ സീൻ മറ്റൊരു കാര്യത്തെക്കുറിച്ചുകൂടി വ്യക്തത തരുന്നുണ്ട്. ഹെൻറിയുടെ ബേസ്മെൻറ്റിലുള്ള പെയിൻറ്റിങ്ങുകൾ ഒന്ന് ഓർത്തു നോക്കൂ. ആളുകളുടെ കണ്ണിലൂടെയും വായിലൂടെയും രക്തം പിഴുന്ന ആ ചിത്രങ്ങൾ ശ്രദ്ധിക്കുക. നമുക്കിതൊക്കെ ഒന്ന് കൂട്ടി വായിക്കാം. ഈ ടൗൺ ഒരു സൈക്കിളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്കറിയാം. മിറാണ്ട ആ സൈക്കിളിൻ്റെ ഭാഗമായിരുന്നു എന്നും നമുക്കറിയാം. അവൾ ടൗണിലെത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ കണ്ട കാര്യങ്ങൾ വരച്ചിരുന്നു. മാനിനിയല്ലോ ഇതിനു മുമ്പും പലതവണ ഈ ടൗണിൽ വന്നിട്ടുണ്ട് അല്ലേ? നമ്മളിപ്പോൾ കണ്ടത് ആൻറ്റിറ്റിയുടെ കൊല്ലാനുള്ള വളരെ വ്യത്യസ്തമായ രീതി ആയതുകൊണ്ട് മാനിനിയല്ലോ കൊന്ന ആളുകളുടെ ദൃശ്യങ്ങളാകാം മിറാണ്ട കണ്ടിരുന്നതെന്ന് നമുക്ക് ഊഹിക്കാം. പിന്നെ ഒരു പ്രധാന കാര്യം നിങ്ങൾ അറിയേണ്ടത്, ഈ എൻറ്റിറ്റിക്ക് ഇത്രയധികം ശക്തികളും കഴിവുകളും ഉണ്ടെങ്കിലും അവനെല്ലാം അറിയുന്നവനോ സർവശക്തനോ അല്ല. ഈ സ്ഥലത്തെ പരിസ്ഥിതി അവൻ്റെ നിയന്ത്രണത്തിലല്ല. കാലാവസ്ഥ, രാവും പകലും, സൂര്യപ്രകാശം എന്നിവയെ നിയന്ത്രിക്കുന്നവനല്ല. അതവനിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ മറ്റെന്തോ ആണ്. പകൽ വെളിച്ചം കണ്ടപ്പോഴുള്ള സോഫിയുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാം. അവളത് കണ്ട് അത്ഭുതപ്പെട്ട പോലെ മുകളിലേക്ക് നോക്കി. പക്ഷേ ഈ സ്ഥലത്തെ സംബന്ധിച്ച് അത്ര അസാധാരണമല്ലാത്തത് കൊണ്ട് വലിയ ഞെട്ടലൊന്നും ഉണ്ടായില്ല. കാരണം ഈ ടൗണിന് കാലാവസ്ഥ ചുറ്റുപാടുകളോ പെട്ടെന്ന് ഇങ്ങനെ മാറ്റാൻ കഴിയുമെന്ന് അവൾക്ക് വ്യക്തമായി അറിയാം. എൽജിനോട് അവൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും അത് വ്യക്തമാണ്. അതായത് അവസാനത്തോടടുക്കുമ്പോഴാണ് കാര്യങ്ങൾ അലങ്കോലമാകാൻ തുടങ്ങുന്നതെന്ന്. അവസാനമെന്ന് പറയുന്നത് ഈ സൈക്കിളിൻ്റെ അവസാനത്തെക്കുറിച്ചാണ്. അങ്ങനെ പെട്ടെന്ന് വെട്ടം തിരിച്ചു വന്നപ്പോഴേക്കും ബോയ്ഡ് പാറ്റിയ സംഘത്തെയും കോളനി ഹൗസിലേക്ക് പറഞ്ഞുവിട്ട് പാതി വഴിക്കിറങ്ങി ക്ലിനിക്കിലേക്ക് എത്തുന്നു. അങ്ങോട്ടേക്ക് എത്തിയവർ സുരക്ഷിതരാണോന്നറിയാം. എന്നാൽ അയാളെ കാത്തിരിക്കുന്നത് മനസ്സ് തകർക്കുന്ന കാഴ്ചയാണെന്ന് അറിയുന്നുമില്ല. ഭൂകമ്പം ഉണ്ടായപ്പോഴെല്ലാം ഹെൻറി തൻ്റെ വിക്ടറുടെ മുറിയിലായിരുന്നു. പകൽ പെട്ടെന്ന് രാത്രിയായതും ആകാശം മിന്നിടതും കണ്ടപ്പോൾ ഹെൻറിയിൽ ആ ചിന്തകൾ ശക്തമാക്കി. ഇതെല്ലാം വെറും ഒരു സ്വപ്നമാണെന്നും യഥാർത്ഥ ലോകത്തിൽ വിക്ടർ പറഞ്ഞതുപോലെ ഈ സ്വപ്നം യാഥാർത്ഥ്യമല്ലെന്ന് വിശ്വസിച്ചാൽ മാത്രമേ ഇതിൽ നിന്നും ഉണരാൻ കഴിയൂ എന്നും ഹെൻറി ഇപ്പോൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഡോണ എല്ലാവരെയും ചെക്ക് ചെയ്തതിനിടയിൽ ഹെൻറിക്കടുത്തേക്ക് എത്തുമ്പോഴും അയാൾ പറയുന്നുണ്ട്, ഇതൊക്കെ എങ്ങനെ സത്യമാകാനാണെന്ന്. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. മനസ്സ് കുഴങ്ങി നിൽക്കുകയാണെന്ന് കണ്ട് ഡോണ അയാളോടായി ഷെരീഫ് സ്റ്റേഷനിലേക്ക് പോയി വിക്ടറുടെ സ്ഥിതി ഒന്ന് അന്വേഷിക്കാൻ താല്പര്യപ്പെട്ട് പോകുന്ന നേരമാണ് അവിടെ ഒരു നടുക്കി വയ്ക്കുന്നതിനിടയ്ക്ക് പീച്ചസ് വെച്ചിരുന്ന ബോക്സിലായി കുറച്ച് വെടിയുണ്ടകൾ അയാൾ കാണുന്നത്. തൻ്റെ മകൻ്റെ മുറിയിൽ എന്തിനാണ് ബുള്ളറ്റ്സ് എന്ന് ചോദിക്കുന്നതിലൂടെ അറിയുന്നു വിക്ടർ കയ്യിൽ തോക്ക് സൂക്ഷിച്ചിരുന്നതായും അത് ബോയ്ഡ് മേടിച്ച് ഷെരീഫ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും. ഇപ്പോൾ ബുള്ളറ്റ് കണ്ടതോടെ ഹെൻറി വിശ്വസിക്കുന്നത് മായലോകത്തെ വിക്ടർ പറഞ്ഞതുപോലെ ഇതെല്ലാം റിയലല്ല എന്ന് വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ അതിൽ നിന്ന് തന്നെ പുറത്തു വരാൻ താനെ വഴിതെളിയും എന്ന് പറഞ്ഞതേക്കുറിച്ചാണ്. അങ്ങനെ ഹെൻറി ആ ബുള്ളറ്റ്സും കൈക്കലാക്കി സ്റ്റേഷനിലേക്ക് കയറുമ്പോൾ അവിടെ വിക്ടർ ഇല്ല, കെന്നിയും കാണാനില്ല.
ഈ തക്കത്തിന് ഡ്രോവർ അഴിച്ചു പറക്കുന്നതിലൂടെ അയാൾക്ക് അവിടുന്ന് തോക്ക് ലഭിക്കുന്നു. അത് പോക്കറ്റിലാക്കുന്ന സമയത്താണ് കെന്നി പുറത്തുനിന്ന് അങ്ങോട്ടേക്ക് എത്തുന്നത്. താൻ വിക്ടറി തേടി വന്നതാണെന്ന് പറഞ്ഞ് അവിടെ നിൽക്കാതെ ഇറങ്ങി പോകുമ്പോൾ ക്ലിനിക്കിലേക്ക് എത്തുന്ന ബോയ്ഡ് റാണ്ടലിൻ്റെ ആ നിരാശാഭാവം കണ്ട് എന്തോ വശപ്പിച്ചുകൊണ്ടെന്ന് മനസ്സിലായി ഓടി അകത്തേക്ക് കയറുന്നു. ഫാത്തിമയും മെലിസും ഇരിക്കുന്നിടത്തേക്ക് ചെന്ന് അവർക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ട് ക്രിസ്റ്റി എവിടെയും ചോദിച്ചു പോകുമ്പോൾ ഇവിടെ ഫാത്തിമ ആ ഷോക്കിൽ നിന്ന് വിട്ട് മാറിയിട്ടില്ല. തന്നെ സംരക്ഷിക്കാനാണ് മരിയൽ ശ്രമിച്ചത്. ഒടുക്കം വലിച്ചു കീറുമ്പോഴും തന്നെ ഒന്നും ചെയ്യാതെ അവൻ നോക്കി ചിരിക്കുക മാത്രമായിരുന്നു എന്നുള്ള ആ ഭീകരത ഓർത്തെടുക്കുവാണ്. ബോയ്ഡ് പേടിച്ചാണ് ആ കഥ തുറക്കുന്നത്. ക്രിസ്റ്റി തൻ്റെ എല്ലാമായിരുന്ന ഒരുവളുടെ പിടവും പിടിച്ചങ്ങനെ പാനിക്കായിരിക്കുവാണ്. അവൾക്ക് സംസാരിക്കാൻ പോലും പറ്റണമല്ല. ബോയ്ഡ് അടുത്തേക്ക് എത്തുന്നതും തനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് പറയാൻ കഴിയാതെ വിങ്ങുവാണ്. അയാൾ ചെന്ന് കെട്ടിപ്പിടിക്കുന്നതും അവളുടെ ഒരു പൊട്ടിക്കരച്ചിൽ അവിടെ ആർക്കും സഹിക്കാൻ കഴിയത്തില്ല. എന്നാൽ അതിനേക്കാൾ മാരകമായ ഒരു ശബ്ദം അവിടെ ഉണ്ടാവുന്നു. മിന്നൽ പിണർ. പിഴുതുമാറ്റിയ മരം നിന്ന ആ വിടവിലൂടെ ഗുഹയിൽ നിന്നും അത്യുഗ്രം മിന്നൽ പിണർ ആകാശത്തേക്ക്, അതും കടും ചുവപ്പിൽ രൂക്ഷമായി അവിടെ മേഘങ്ങളിലേക്ക് ഇരിച്ചു കയറുകയാണ്. നിർത്താത്ത ഭീകരമായ കൊടും മിന്നലും ഇടിയും. കോളനി ഹൗസിലുള്ളവരൊക്കെയും ആശങ്കയുടെ ആ ചുവപ്പൻ മേഘങ്ങൾ നോക്കി നിൽക്കെ ബസ്മിച്ചിരിക്കുന്ന റാണ്ടൽ വരെ ഞെട്ടി എണീറ്റ് പോകുന്നു. സകലരിൽ നിന്ന് നോക്കുവാണ് എന്താ സംഭവിക്കുന്നതെന്ന്. ടൗണിൻ്റെ കോപമാണ് ഈ കാണുന്നതെന്ന് എല്ലാവർക്കും ഏറെക്കുറെ മനസ്സിലായി. ആ മാന്ത്രികവരെ നശിപ്പിച്ചത് ടൗണിൻ്റെ ഘടനയിൽ തന്നെ എന്തോ വലിയൊരു വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഭയാനകമായ പ്രത്യാഘാതങ്ങളുടെ ഒരു തുടക്കം മാത്രമാണത്. തൽക്കാലാശ്വാസത്തിന് വൈകാതെ പ്രതിഭാസം നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ സമയം മൊത്തവും ഒരാളവിടെ രസിച്ച് കളക്ടിങ്ങിലാണ് സോഫിയ. അവൾ ഓരോ കെട്ടിടങ്ങളിൽ നിന്നും ടാലിസ്മാൻ തകിടുകൾ കൈക്കലാക്കുകയാണ്. ഒഴിഞ്ഞ ചാപ്പിൽ നിന്നും ബാറിൽ നിന്നും എല്ലാം അവൾ സിമ്പിളായി ആരും അറിയാതെ കല്ലുകൾ സ്വരൂപിച്ച് നിൽക്കുമ്പോഴേക്കും ക്ലാരയും എത്തുന്നു. അവളുടെ മേലുള്ള ടൗൺ വാസികളുടെ വിശ്വാസം വെച്ച് വീടുകളിൽ നിന്നും കോളനി ഹൗസിൽ നിന്നുമൊക്കെ സകല ടാലിസ്മാനും എടുക്കുന്നത് ക്ലാരയ്ക്ക് വലിയൊരു ചാലഞ്ച് അല്ലായിരുന്നു. പരമദുഷ്ട. അങ്ങനെ ആ മന്ത്രത്തകിടുകളെല്ലാം അവൾ സോഫിക്ക് കൈമാറി അവൾ ദൂരത്തേക്ക് നടന്നു പോകുമ്പോൾ അറിയുന്നില്ല ടാലിസ്മാൻ ഇല്ലെങ്കിൽ അവിടെ ക്ലാരയ്ക്കും മറ്റുള്ളവരെ പോലെ തന്നെ അപകടമാണെന്ന്. എന്നാൽ മാനിനിയലായിട്ടുള്ള ആ ഒരു ഉടമ്പടി ഇവിടെ ഫലത്തിൽ വരുമോ വെറും പൊള്ളയാണോ നമ്മൾ കണ്ടു തന്നെ അറിയണം. ഇടിമിന്നൽ നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് ബാക്റ്റ, അക്കോസ്റ്റ, സാറ, പാറ്റി എന്നിവർ കോളനി ഹൗസിലേക്ക് വണ്ടിയിലായി എത്തിച്ചേരുന്നത്. കൊല്ലിയാനൊക്കെ കണ്ട് പേടിച്ച് അമ്മയെ കാണാൻ ഈദിനങ്ങോട്ടേക്ക് ഓടിപ്പോകാൻ നോക്കിയെങ്കിലും ഡോണ തടഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നു. താബീത്തയുടെയും ജേഡിൻ്റെയും റേഡിയോ സിഗ്നൽ കട്ടായതേക്കുറിച്ചും അവർക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ലെന്നും അക്കോസ്റ്റ പറയുന്ന കേട്ട് ഡോണ ഞെട്ടി നിൽക്കുന്നതോടെ ഈദനും ജോലിക്കും ആ നടക്കുന്ന സത്യം മനസ്സിലാക്കുന്നു. തങ്ങളുടെ അമ്മയെ തബീത്ത അപകടം പിടിച്ച അണ്ടർഗ്രൗണ്ട് ടണലിൽ, അതായത് രാക്ഷസന്മാരോടങ്ങുന്ന ആ ഇരുണ്ട ഭൂഗർഭാറകൾ അകപ്പെട്ടിരിക്കുകയാണ്. ഇതറിയുമ്പോൾ ഈദിൻ്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചു നോക്കൂ. അവനൊരു കൊച്ചുകുട്ടിയാണ്, സ്വന്തം അമ്മയെ കാണാനില്ല, അതും ജീവൻ തന്നെ ഭീഷണിയായ ഒരു സ്ഥലത്താണ് അമ്മയുള്ളതെന്ന് അറിയുമ്പോൾ അവൻ ആകെ തകർന്നു പോകുന്നു. അവന് സങ്കടവും പേടിയും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. കരഞ്ഞുകൊണ്ട് വേഗത്തിൽ വീടിനുള്ളിലേക്ക് ഓടി കയറുകയാണ്. ഈ സമയത്ത് ആകെ ആഘോഷിയാവുന്ന ജൂലിയും പിറകെ ഡോണയും ഓടിച്ചെന്ന് കിച്ചണിലിരുന്ന് പൊട്ടിക്കരയുന്ന അവനെ സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും പരമാവധി ശ്രമിക്കുന്നുണ്ട്. അവർ മൂവരും അങ്ങനെ ഇരിക്കുകയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്നത്. പെട്ടെന്ന് യാതൊരു കാരണവുമില്ലാതെ അവിടെ ക്യാബിനറ്റുകൾ തനിയെ വലിയ ശബ്ദത്തിൽ അടയാനും തുറക്കാനും തുടങ്ങുന്നു. അലമാരകളിൽ നിന്ന് പാത്രങ്ങളും മറ്റു സാധനങ്ങളും തനിയെ പറന്നു വീഴാൻ തുടങ്ങി. ഇത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് താബീത്തയുടെ വീട്ടിൽ മുമ്പ് നടന്ന സമാനമായ സംഭവങ്ങളാണ്. അവിടെയും ഇതുപോലെ അമാനുഷികമായ കാര്യങ്ങൾ നടന്നിരുന്നു. സാധാരണഗതിയിൽ ഇത്രയും ഭയപ്പെടുന്ന കാര്യങ്ങൾ കൺമുന്നിൽ നടക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് പേടിക്കുകയോ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യേണ്ടതാണ്. എന്നാൽ സംഭവിക്കുന്നതോ അവരവിടുന്ന് പെട്ടെന്ന് തന്നെ ഓടിമാറി ഹാളിലേക്ക് എത്തുമ്പോൾ തൻ്റെ അമ്മ ഇനി തിരിച്ചു വരുന്നുള്ള ബഹളത്തിലാണ് ഈദൻ. ഒപ്പം നിൽക്കുന്ന ജൂലിയും മുമ്പൊരിക്കൽ ഈ ബാധ കയറിയതുപോലെ കണ്ടതുകൊണ്ട് അവർക്കതിൽ അത്ര പേടി തോന്നുന്നില്ല. സത്യത്തിൽ ഡോണയ്ക്കാണ് ആ കണ്ടതിലൂടെ പേടി വന്നത്. എന്താണെന്ന് അതേക്കുറിച്ച് ചർച്ച ചെയ്യും മുന്നേ ഈദൻ പേടിച്ചുറിച്ച് പാനിക് അറ്റാക്ക് വരുന്ന പോലെ നിൽക്കുവാണ്. മുന്നേ വിക്ടർ തന്നോട് പറഞ്ഞതുപോലെ എല്ലാവരും മരിക്കും, അമ്മ ഇനി തിരിച്ചു വരില്ല, താൻ ഒറ്റയ്ക്കാകും എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അവനെ ഒന്ന് ശാന്തനാക്കുക എന്ന് മാത്രമാണ് ആ നിമിഷം ജൂലിയുടെ മുന്നിലുള്ള ഒരേ ഒരു ലക്ഷ്യം. നീ ഒറ്റയ്ക്കാകില്ലെന്നും നിനക്ക് ഞാനുണ്ടെന്നും പറഞ്ഞ് സമ്മാനിപ്പിക്കാൻ നോക്കുന്നെങ്കിലും ഇനി എന്ത് ചെയ്യണമെന്ന് സത്യത്തിൽ ജൂലിക്കും അറിയില്ല. അവളുടെ അവസ്ഥ നോക്കിയാൽ അമ്മ തിരിച്ചുവരത്തിൻ്റെ പേരിൽ ഒന്ന് സങ്കടപ്പെടാൻ പോലും സാധിക്കാത്തത്ര മോശം സിറ്റുവേഷൻ. അവളെ സമ്മാനിപ്പിക്കാൻ ഇനി ആരുണ്ട്? എന്നാലും അടുക്കളകളിൽ മാത്രം നടക്കുന്ന ആ പ്രേതബാധ സിറ്റുവേഷൻ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ഫ്യൂച്ചർ ജൂലി സ്റ്റോറി വാക്കിങ്ങിലൂടെ അവളുടെ ഡിസിഷൻ മാറ്റാൻ വേണ്ടിയുള്ള അരിശപ്രകടനമാണ് അതൊക്കെയെന്ന് ഒരു തിയറി കിടപ്പുണ്ട് കേട്ടോ. ഇതേസമയം ക്ലിനിക്കിലെ ആ നെഞ്ചൊലിക്കുന്ന സംഭവങ്ങൾക്ക് ശേഷം അവിചാരിതമായ ഇടിമിന്നൽ സാക്ഷ്യം വഹിച്ച് ചെയ്തതെല്ലാം ഒരു തെറ്റായി പോയോ എന്ന മനസ്സോടെ ബോയ്ഡ് ഷെരീഫ് സ്റ്റേഷനിലെത്തുമ്പോൾ മറ്റൊരു നാടകീയ രംഗം അരങ്ങേറുകയാണ്. ഇനി അടുത്തത് എന്താണ് ചെയ്യേണ്ടത്, എന്ത് തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കെന്നി ബോയ്ഡിനോട് ഗൗരവമായി ചോദിക്കാൻ തുടങ്ങവേ അവിടേക്ക് അക്കോസ്റ്റയും സാറയും കടന്നു വരുന്നു.
അക്കോസ്റ്റയുടെ മനസ്സിൽ ഇപ്പോഴും ആ കുഴിയെടുക്കുന്ന സ്ഥലത്തേക്ക് തിരികെ പോയി അസ്ഥികൾ എങ്ങനെയെങ്കിലും എടുക്കണം എന്ന ചിന്ത മാത്രമാണ്. എന്നാൽ ബോയ്ഡിൻ്റെ അവസ്ഥ തികച്ചും വ്യത്യസ്തമായിരുന്നു. അയാളാകെ തളർന്നിരുന്നു. മാനസികമായി അയാൾ ഒരുപാട് തകർന്നു. ഇനി ഒരു റിസ്ക് കൂടി എടുക്കാൻ തയ്യാറല്ല എന്ന മുഖത്ത് നിന്ന് തന്നെ വ്യക്തമായിരുന്നു. പെട്ടെന്ന് ബോയ്ഡ് നിയന്ത്രണം വിട്ട് പൊട്ടിത്തെറിക്കുകയാണ്. ചെയ്ത കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് വലിയ പരാജയങ്ങൾ കലാശിച്ചത് എന്നതിനെക്കുറിച്ച് അയാൾ ഒരു ഭ്രാന്തനെ പോലെ സംസാരിക്കാൻ തുടങ്ങി. താനെടുത്ത തീരുമാനങ്ങളെല്ലാം തെറ്റായിരുന്നുവെന്നും തൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം വലിയ അബദ്ധങ്ങളായിരുന്നെന്നും അയാൾ വിളിച്ചു പറയുന്നു. വിക്ടർ പറഞ്ഞ സത്യമായിരുന്നു. ആ മരം പിഴുതു മാറ്റിയത് വളരെ തെറ്റായിപ്പോയി. അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിന്ന് 3 പേരെയാണ് നഷ്ടമായത്. എന്നാൽ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ജെയ്ഡിനെയും തബീത്തയും മരിയലിനെയുമാണ്. ഇപ്പോഴും എൽജിൻ്റെ കാര്യം അവിടെ ആരും അറിഞ്ഞിട്ടില്ല. കെന്നിയും അക്കോസ്റ്റയും മാറി മാറി കുടുങ്ങിയവരെ രക്ഷിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പറയുന്ന ഒന്നും ശ്രദ്ധിക്കാതെ ബോയ്ഡ് സംസാരം തുടരുന്നത് അവിടെ വലിയൊരു അലോസരം ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഇതിനിടയ്ക്ക് സാറ ശക്തമായി ഇടപെടുകയാണ്. കാരണം ആ റേഡിയോയിൽ അനക്കം, അതിൽ സിഗ്നൽ ഫീസിബിളായി വരുന്നു. ജെയ്ഡും തബീത്തയും ആ ടണലിൽ നിന്ന് തങ്ങൾ ജീവനോടെ ഉണ്ട് എന്ന് അറിയിക്കാനായി റേഡിയോ വഴി സിഗ്നലുകൾ അയക്കുന്നതാണത്. നിർഭാഗ്യവശാൽ അവർ എവിടെയാണ് ഉള്ളതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും മുന്നേ സിഗ്നൽ നിന്നു പോകുന്നു. കാരണം അവിടെ ജെയ്ഡ് ഉപയോഗിക്കുന്ന റേഡിയോയുടെ ബാറ്ററി ചാർജ് തീർന്നു പോയിരുന്നു. ഇതോടെ അവർ മരിച്ചെന്നും കരുതിയ ബോയ്ഡിന് ഇപ്പോൾ ഉറപ്പായി ടണൽ സർവേ ചെയ്തിട്ടുണ്ടാകാം എന്ന്. ഇന്നേരം കുടുങ്ങിക്കിടക്കുന്ന ഗുഹയിലേക്ക് നോക്കിയാൽ തങ്ങളയക്കുന്ന ഈ റേഡിയോ സിഗ്നൽ പുറത്തുള്ള ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് പോലും ജെയ്ഡിനും തബീത്തയ്ക്കും ഉറപ്പില്ലായിരുന്നു. ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് ധൈര്യം ചോർന്നു തുടങ്ങുന്ന ജെയ്ഡിനെ കണ്ട് പ്രതീക്ഷ കൈവിടാതെ രക്ഷപ്പെടണമെന്ന് പറഞ്ഞിട്ട് ഭിത്തിയിലുള്ള ആ ദ്വാരത്തിലെ തടിക്കമ്പുകൾ എങ്ങനെയെങ്കിലും ഇളക്കി മാറ്റാൻ അവർ തങ്ങളുടെ മുഴുവൻ ഊർജ്ജവും ഉപയോഗിച്ച് ശ്രമിക്കുകയാണ്. നല്ല ശക്തമായി തറച്ചിരിക്കുകയാണ്, അനങ്ങുന്ന പോലുമില്ല. അപ്പോൾ എന്താ ചെയ്യുക? തബീത്തയുടെ ബുദ്ധിയിൽ ആ അടികൾ നിൽക്കുന്ന സ്ഥലം കുഴിച്ചു മാന്താൻ തുടങ്ങുവാണ്. ഇവർ രണ്ടുപേരും ജീവനോടെ ഉണ്ടെന്നറിഞ്ഞ ഉടനെ ബോയ്ഡ് നേരെ ക്ലിനിക്കിലേക്ക് ഓടുകയാണ്. അവിടെയുള്ള എല്ലിസോടും ഫാത്തിമയോടും വിവരം പറയാനാണ് അയാൾ പോകുന്നത്. പോകുന്ന വഴിയിൽ അയാൾ മറ്റൊരു സങ്കടകരമായ കാഴ്ച കാണുന്നുണ്ട്. റാൻഡലും എല്ലിസും ചേർന്ന് മരിച്ചുപോയ മരിയലിൻ്റെ മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോകാനായി മെല്ലെ ഉരുട്ടുവണ്ടിയിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഇത് കാണുമ്പോൾ ബോയ്ഡ് അവരോട് എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് റാൻഡലിനോട്. അവൻ അത്ര കോപ്പറേറ്റീവ് അല്ലല്ലോ. എന്നാൽ താനിത് സ്വയം ചെയ്തോളാം എന്നവൻ ഉറപ്പിച്ച് പറയുന്നു. ഇതെല്ലാം കണ്ട് മരവിച്ച മനസ്സുമായി നിൽക്കുന്ന ക്രിസ്റ്റിയും മരിയലിൻ്റെ ബോഡിക്കൊപ്പം പോകുന്നുണ്ട്. പാവം. അതോടെ ബോയ്ഡ് വീണ്ടും തൻ്റെ പ്ലാനിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. ജെയ്ഡിനെയും തബീത്തയും രക്ഷിക്കാൻ താൻ ഒറ്റയ്ക്ക് ടണലിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്നാണ് അയാൾ എല്ലീസിനോടും ഫാത്തിമയോടും പറയുന്നത്. എന്നാൽ തീർച്ചയായും ബോയ്ഡിനെ ഒറ്റയ്ക്ക് വിടാൻ അവർ തയ്യാറായിരുന്നില്ല. കാരണം ഇത് ശരിക്കും അവർ തന്നെയാണെന്ന് എന്താണ് ഉറപ്പ്? ആ രാക്ഷസന്മാർ പല വിധേനയും വശീകരിക്കാൻ നോക്കും. ഇനി അങ്ങനെ എന്തെങ്കിലും ആണോന്ന് എല്ലീസിന് സംശയമുണ്ട്. താനും വരുമെന്ന് നിൽക്കെ ഫാത്തിമയും ടണലിലേക്ക് വരാൻ ശക്തമായി നിൽക്കുന്നു. കാരണം ഈ സാഹചര്യത്തിൽ ഫാത്തിമയുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ആ സ്മൈലി ക്രിയേച്ചറോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് രാക്ഷസന്മാരോ അവിടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി അറിയാനും സെൻസ് ചെയ്യാനും ഫാത്തിമയ്ക്ക് കഴിയും. 2, ആ രാക്ഷസന്മാർ അടുത്തേക്ക് എത്തിയാൽ അവരെ തുരത്താൻ വേണ്ടി അവരെ പോലെ തന്നെ ഭയപ്പെടുത്തുന്ന രീതിയിൽ അലറാനും അവൾക്കിപ്പോൾ സാധിക്കും. ഇങ്ങനൊരു സംഭവം കോസുവിനെ ക്ലിനിക്കിൽ വെച്ച് നടന്നതിനെക്കുറിച്ച് ബോയ്ഡും അറിയുന്ന ഇപ്പോഴാണ്. അങ്ങനെ അവർ 3 ചേർന്ന് ജെയ്ഡും തബീത്ത ഇറങ്ങിപ്പോയ അതേ കാട്ടിലുള്ള ടണലിൻ്റെ കവാടത്തിലേക്ക് എത്തി നിൽക്കുന്നു. ബോയ്ഡ് ഒരു വലിയ ടോർച്ചും വെച്ച് ടണലിലേക്ക് അടിച്ചൊക്കെ നോക്കുന്നുണ്ട്, പോകുന്ന വഴിക്ക് സ്ലിപ്പാകാണ്ടിരിക്കാൻ. അങ്ങനെ 3 രണ്ടും കൽപ്പിച്ച് ഉള്ളിലേക്ക് കടക്കുകയാണ്. ഇടയിൽ ബോയ്ഡ് നിർദ്ദേശിക്കുന്നുണ്ട്, എന്തേലും പ്രശ്നമുണ്ടായാൽ ചോദ്യം പറച്ചിലൊന്നും വേണ്ട, 2 പേരും 100 തിരിഞ്ഞ് ഓടിക്കണമെന്ന്. കാരണം അത്രത്തോളം സ്നേഹമാണ് മോനോടും മരുമോളോടും. ഇതെല്ലാം നടക്കുമ്പോഴൊക്കെ ഒരു ചോദ്യം ബാക്കി, അപ്പം ഞാനാരായിട്ടാ? വിക്ടർ തിരികെ കോളനി ഹൗസിലെ മുറിയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഹെൻറി ആ തോക്കിൽ വെടിയുണ്ടേക്ക് നിറച്ച് തയ്യാറായി തന്നെ ഇരിക്കുകയായിരുന്നു. വന്ന് കയറിയ പാടെ അവൻ ചോദിക്കുന്നത് ഞാൻ എന്തെങ്കിലും തെറ്റച്ഛനോട് ചെയ്തു എന്നാണ്. കാരണം അവൻ നോക്കുമ്പോൾ വന്ന സമയത്ത് ഹെൻറി നല്ല സന്തോഷവനായിരുന്നു, തൻ്റെ മകനുമായി ദീർഘകാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരുമിക്കാൻ കഴിഞ്ഞതിൽ. തുടർന്ന് അങ്ങനെ പോകവേ അവൻ ഹെൻറിയുടെ ഓരോ സത്യങ്ങൾ പറയാൻ തുടങ്ങി. മിറാണ്ടയെ മാനിനിയിലോ കടിച്ചേറി കൊന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞതോടെ ഹെൻറിയുടെ സന്തോഷം നിലച്ചു. പിന്നീട് വെള്ളമടിയുമൊക്കെയായി ആകെ തകർന്ന അവസ്ഥയിലായി. ഇപ്പോൾ തന്നോട് മിണ്ടാൻ കൂടെ കൂട്ടാക്കുന്നില്ല. അച്ഛൻ്റെ സന്തോഷം മൊത്തവും താൻ തകർത്തുനിന്ന് നിരാശനായിരിക്കുകയാണ് ഹെൻറി കാലൊക്കെ തടയോ പറയുന്നത്. മോനെ, നീ ഒന്നും നശിപ്പിച്ചില്ലടാ. എന്നിട്ട് ആ മറച്ചു വെച്ചിരിക്കുന്ന തോക്കെടുത്ത് വിക്ടർക്ക് നേരെ ചൂണ്ടുവാണ്. എൻ്റെ ദൈവമേ, യഥാർത്ഥ നീ ഇവിടെ അല്ലെന്നും ആ വിക്ടർ അവൻ്റെ മകനുമായി സന്തോഷത്തോടെ തന്നോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ നിർബന്ധിക്കുവാണ് എന്ന് ഹെൻറി സംസാരിക്കുന്ന കണ്ടതോടെ നമ്മുടെ ചക്കന് മനസ്സിലായി ഈ സ്ഥലം അയാളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. ഇതെല്ലാം ഒരു സ്വപ്നമാണെന്നും ഈ സ്വപ്നത്തിൽ നിന്ന് ഉണരണമെങ്കിൽ ആരെങ്കിലും മരിക്കണം എന്നൊക്കെയുള്ള ഒരു ഭ്രാന്തൻ ചിന്തയിൽ ഹെൻറി തോക്കെടുത്ത് വിക്ടറിന് നേരെ ചൂണ്ടുന്നു. ഇതെല്ലാം കണ്ട വിക്ടർ പകച്ചു നിൽക്കുമ്പോൾ അവിടേക്ക് ഈതൻ ഓടി വരുന്നു. ഈതനെ കണ്ടതും ഹെൻറിക്ക് ചെറിയൊരു ആശയക്കുഴപ്പം ഉണ്ടാവുകയും ആ ടെൻഷനിൽ അയാൾ ഈതനെ നേരെ തോക്ക് തിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതോടെ വിക്ടറുടെ കൺട്രോൾ വിട്ട് അച്ഛൻ്റെ നേരെ ചാടി വീണ് ആ തോക്ക് തട്ടി മാറ്റുന്നു. തനിക്ക് എന്തെങ്കിലും പറ്റിയാലും പോട്ടെ, പക്ഷേ സുഹൃത്തായി ഈതന് നേരെ തോക്ക് ചൂണ്ടിയപ്പോഴാണ് വിക്ടർ പെട്ടെന്ന് ഞെട്ടിയതും അവൻ ചാടി വീണതും.
വിക്ടർക്ക് ഇതിന് മേൽ അത്രയ്ക്ക് സ്നേഹമുണ്ട്. തൻ്റെ എന്ത് വില കൊടുത്ത് സംരക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നികൃഷ്ടമായി കാട്ടുന്നത് എന്തിനാണെന്ന് പറഞ്ഞ് വിക്ടർ കൺട്രോൾ പോയി ഹെൻറിയുടെ കുത്തിനീറി പിടിക്കുന്നു. ഈ പാവപ്പെട്ടവൻ്റെ ഈ സമനില മൊത്തം തകരുന്ന മട്ടാണ്. ഒന്നാമതെ വിക്ടർ പറഞ്ഞിട്ട് കേൾക്കാതെ ഒരു സംഘം അവിടെ ഇപ്പോൾ പുതിയ പ്രശ്നങ്ങൾക്ക് തുടക്കം ഇട്ടിരിക്കുകയാണ്. ഇന്നേരം ആശ്വാസമെന്ന് തോന്നുന്നവർ കൂടി ഇങ്ങനെ പെരുമാറാൻ തുടങ്ങുന്നു. ഇവിടെ ഇനി ഹെൻറിയുടെ കാര്യം എന്താകുമെന്ന് അറിയില്ല. ഇതെല്ലാം സ്വപ്നമാണെന്ന തോന്നൽ മാറുമോ, വിക്ടർ സത്യാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമോ എന്നൊന്നും. സോഫിയുടെ ബ്ലഡ് ആളിൽ ഉള്ളിടത്തോളം ഇനിയും ഇത്തരം പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കാനാണ് സാധ്യത. പക്ഷേ ഈദനവിടേക്ക് എത്തിയത് വെറുതെ ആയിരുന്നില്ല. അപ്പോൾ തൻ്റെ അമ്മ പോയി എന്ന് വിശ്വസിച്ച് ചങ്ക് തകർന്നു നിൽക്കുന്ന അവസ്ഥയിൽ ഒരാശ്വാസത്തിന് വേണ്ടിയായിരുന്നു. അതിപ്പോൾ ഇങ്ങനെയുമായി. എത്ര കുഴിച്ചിട്ടും പറ്റാത്തതുകൊണ്ട് ജെയ്ഡും തബീത്തയും ഒടുക്കം ആ ആംഗ്യക്കുട്ടികളുടെ അസ്ഥികൾ ഉപയോഗിച്ച് ആ തടിക്കമ്പികൾക്ക് താഴെ കൂടി കുഴിക്കാൻ ശ്രമിക്കുവാണ്. കാരണം ശൗലും കുറവാറും ഒക്കെ ആ ഗുഹയിലായിരുന്നില്ലേ. കുലുക്കത്തിനിടെ അതെല്ലാം അവിടെയായിപ്പോയി. മൂർച്ചയുള്ളത് ഇനി ഇതൊക്കെയാണ്. അങ്ങനെ അത് വെച്ച് കുഴിക്കാൻ തുടങ്ങുമ്പോൾ ആ സമയത്ത് തബീത്ത ഒരു തലയൊട്ടിയിൽ സ്പർശിക്കുമ്പോൾ അവൾക്ക് ആ അസ്ഥിക്കുടമയായ കുട്ടിയുടെ ഒരു വിഷൻ ഉണ്ടാവുകയാണ്. അപ്പോൾ തബീത്ത പറയുന്നൊരു ഡയലോഗുണ്ട്, ഇതവളാണ്. അന്ന് വയലിൻ വായിച്ചപ്പോൾ എല്ലാം ഓർമ്മപ്പെടുത്തിയ ആ ആങ്കോയി കുട്ടി, അടിക്കടി തബീത്തയ്ക്ക് മുന്നിൽ വന്നിരുന്ന ആ കൊച്ചുകുട്ടി, സർവോപരി പണ്ട് നാട്ടുകാരെല്ലാം കൂടി നികൃഷ്ടമായി വിലയെടുപ്പിച്ച ഇവരുടെ സ്വന്തം മകൾ, ഇപ്പോഴും മോക്ഷം കിട്ടാതെ അലയുന്ന ആ ഒരു പാവത്തിൻ്റെ തലയൊട്ടിയും അപ്പോഴത്തെ ആ ഒരു വയലിൻ ബീജിയമും കൂടി കേട്ടപ്പോൾ എൻ്റെ ഉള്ളു പിടഞ്ഞു. പാവം കുട്ടികളൊക്കെ എത്ര വേദനിക്കുന്നുണ്ടാവും ഇങ്ങനെ ഗതിയില്ലാതെ അലഞ്ഞ് നടക്കുന്നതിൽ. എന്നാൽ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചിന്തിക്കാൻ അവർക്ക് സമയം കിട്ടുന്നില്ല. കാരണം പെട്ടെന്ന് തന്നെ ആ മോൺസേഴ്സിൻ്റെ അലർച്ചയുടെ ശബ്ദം കൂടാൻ തുടങ്ങി. അവരടുത്തേക്ക് വരികയാണ്. ഇത് കേട്ട് ഭയന്ന് ജെയ്ഡ് ആ തടിക്കമ്പികൾ പൊട്ടിക്കാൻ വേണ്ടി അതിൽ ആഞ്ഞു കുടിക്കാൻ തുടങ്ങി. ഇന്നേരം മറ്റൊരു വശത്ത് ഫാത്തിമയ്ക്കും ആ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നു. രാക്ഷസന്മാർ ജെയ്ഡും തബീത്തയും എവിടെയാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞുവെന്നും അവർക്ക് മുന്നേ നമ്മൾ അവിടേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്നും അവൾ ബോയ്ഡിനോടും എല്ലിസിനോടും പറയുന്നു. വളരെ വേഗത്തിൽ തന്നെ ഒടുക്കം അവർ ആ ഭിത്തിയിലെ ദ്വാരത്തിനടുത്തേക്ക് എത്തുന്നു. അങ്ങനെ അവർ പരസ്പരം കണ്ടെത്തിയ ആശ്വാസത്തിൽ നിൽക്കെ ആ മരത്തടി മുറിക്കാനായി ബോയ്ഡ് തൻ്റെ കയ്യിലുള്ള തോക്ക് ഉപയോഗിച്ച് അതിലേക്ക് വെടിവെച്ച് തകർക്കുന്നു. സംഭവം നല്ല വിറയലൊക്കെ ഉണ്ടെങ്കിലും ഉന്നത്തിൻ്റെ കാര്യത്തിൽ ആളിപ്പോഴും പുലിയാണ് കേട്ടോ. അങ്ങനെ ജെയ്ഡിനെയും തബീത്തയും അവരാ ദ്വാരത്തിലൂടെ പുറത്തേക്ക് എടുക്കുന്നെങ്കിലും പക്ഷേ വൈകിപ്പോയിരിക്കുന്നു. ആ ഒരു ഭീകരത മനസ്സിലാക്കി ഫാത്തിമ പറയുകയാണ്, അവരെല്ലാം വളരെ അടുത്തെത്തി കഴിഞ്ഞു. ഇനി ഒരു വഴിയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും വേഗത്തിൽ ഇവിടെ നിന്ന് പോയിക്കോളൂ. ഞാൻ ഈ രാക്ഷസന്മാരെ തടഞ്ഞു നിർത്താം എന്ന്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ കരുതും ഫാത്തിമ ഒരു വലിയ ത്യാഗം ചെയ്യാൻ പോവുകയാണെന്ന്. സ്വന്തം ജീവൻ ബലിയടിച്ച് മറ്റുള്ളവരെ രക്ഷിക്കാൻ അവൾ തീരുമാനിച്ചു എന്നാണ് നമ്മൾ കരുതുക. എന്നാൽ അവിടെ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. ആ ഒരു പാവം വല്ലാത്ത നിസ്സഹായാവസ്ഥയോടെ എല്ലിസിനോടും എല്ലാവരോടുമായി പറയുന്നു, ഈ എന്നെ ഒരിക്കലും മറക്കരുത്. എന്നിട്ട് അവൾ അത്രയും നേരം അടക്കി നിർത്തിയിരുന്ന നിയന്ത്രണം വിട്ട് പൂർണ്ണമായും ഒരു രാക്ഷസിയായി, അതായത് ആ ക്രിയേച്ചറുകളിലൊന്നായി മാറുകയാണ്. അങ്ങനെ അവൾ മറ്റു രാക്ഷസന്മാരെ തന്റെ സുഹൃത്തുക്കളെ ആക്രമിക്കുന്നതിൽ നിന്നും തടയുകയും അതുവഴി നെഞ്ചു തകർന്ന് പോകാതെ ഫ്രീസായി നിൽക്കുന്ന എല്ലിസിനും അവനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന ബോയ്ഡിനും ജെയ്ഡിനും തബീത്തയ്ക്കും അവിടുന്ന് രക്ഷപ്പെടാൻ അവസരം ഒരുക്കുകയും ചെയ്യുന്നു. ഓ മൈ ഫാത്തിമ. ഇതിനർത്ഥം ഫാത്തിമയുടെ രൂപമാറ്റം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു എന്നാണ്. അവളിപ്പോൾ ഒരു മനുഷ്യ സ്ത്രീയല്ല. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അവൾ തൻ്റെ സുഹൃത്തുക്കളെ ആക്രമിച്ചില്ല എന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആൾക്ക് ഇപ്പോഴും തൻ്റെ തീരുമാനങ്ങളുടെ മേൽ എന്തൊക്കെയോ നിയന്ത്രണങ്ങളുണ്ട്. എന്നാൽ ഇത് എത്ര കാലം നീണ്ടു നിൽക്കും? ഈ മോൺസ്റ്റേഴ്സിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. അവരെ ആരെങ്കിലും നിയന്ത്രിക്കുന്നതാണോ, അതോ മനുഷ്യരോടുള്ള അടങ്ങാത്ത ക്രൂരതയാണോ അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്? ഇവിടെ ക്രൂരത എന്ന വാക്ക് പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം അവർ മനുഷ്യരെ കൊന്നു തിന്നുന്നത് നമ്മൾ ഇതേവരെ കണ്ടിട്ടില്ല. ആ മാനിനിയല്ലോ ഒരു ലിവർ തിന്നത് ഒഴിച്ചു നിർത്തിയാൽ. ഫാത്തിമേനെ തിരികെ വരുമോ? അവൾ വേണം, ഫാത്തിമയിലേയും പറ്റില്ല. തുടക്കം മുതൽ ഈ നരകത്തിൽ വളരെ പോസിറ്റീവ് നിന്നൊരു ക്യാരക്ടറായിരുന്നു അവൾ. എന്നാൽ ഈ ഒരു സീസണിൽ ഫാത്തിമയുടെ പല സന്ദർഭങ്ങളിലും വിരസത തോന്നിയത് അവളുടെ ആ മാനസിക സംഘർഷം തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും, ഗർഭധാരണം എന്നത് ജീവിതത്തിൽ ഇല്ലെന്ന് വിധി എഴുതി നീറിയ ഒരു സ്ത്രീക്ക് ഒടുക്കം മിറക്കൾ പോലെ ഗർഭം ധരിച്ച് അതിലൊരു രാക്ഷസനെ ജന്മം നൽകുമ്പോഴുണ്ടാകുന്ന മെൻ്റൽ ഷോക്ക് എത്രത്തോളം വലുതായിരിക്കുമെന്ന്. അഥവാ ഫാത്തിമയ്ക്ക് തിരിച്ചു വരാൻ കഴിയുമെങ്കിൽ ഇങ്ങനെ മനുഷ്യരൂപത്തിനും രാക്ഷസ രൂപത്തിനും ഇടയിൽ മാറി മാറി സഞ്ചരിക്കുകയാണെങ്കിൽ കാലക്രമേണ അവളുടെ ഉള്ളിലെ മനുഷ്യത്വം പൂർണ്ണമായി നശിച്ചു പോകാനും അവളുടെ സമ്പൂർണ്ണ മോൺസ്റ്ററായി മാറി ഈ ടൗണിലെ ആളുകളെ കൊല്ലാൻ തുടങ്ങാനും സാധ്യതയുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സീരീസിൽ തന്നെ ഏറ്റവും ബെസ്റ്റായ ഒരു ഹീറോയിക് മൊമെൻ്റാണ്. താങ്ക് യു ഫാത്തിമ ഹസൻ. അവർ 4 പേർക്ക് വേണ്ടി സ്വന്തം ജീവിതമാണ് അവൾ നൽകിയിരിക്കുന്നത്. കുറച്ചെങ്കിലും ആശ്വാസം ജെയ്ഡും തബീത്തയും അസ്ഥികളുമായി രക്ഷപ്പെട്ടതിലൂടെ നമുക്കുണ്ടാകുമ്പോൾ, എന്നാൽ ടെൻഷൻ അടിച്ച് നെട്ടോട്ടം ഓടാൻ പോകുന്ന വൻ വിഷയം നമ്മൾ കാണുവാണ്. കളക്ട് ചെയ്ത ടൗണിലെ സകലമാനം ടാലിസ്മാനുമായി അവൾ നടക്കുന്നത്
മറ്റൊരു ഫാറവേ ട്രീക്ക് അടുത്തേക്കാണ്. ഈ സമയത്ത് ആ ബോയിൻ വൈറ്റും അവളുടെ അടുത്തേക്ക് എത്തി പറയുന്നുണ്ട്, ഇത്തവണ നീ തോൽക്കാൻ പോവുകയാണ് എന്ന്. കാരണം അവർക്കിപ്പോൾ അസ്ഥികൾ കെട്ടിക്കഴിഞ്ഞു. എന്നാൽ സോഫിയ അത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറല്ല. ടൗണിലെ ആളുകളുടെ കയ്യിൽ ഇപ്പോൾ അസ്ഥികൾ ഉണ്ടെങ്കിലും അവർക്കൊരു വലിയ തിരിച്ചടി സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾ പറയുന്നു. അതായത് ആ ബോട്ടിൽ ട്രീ ഇപ്പോഴവിടെ ഇല്ല. ഈ പറഞ്ഞതുകൊണ്ടുള്ള യഥാർത്ഥ അർത്ഥം എന്താണ്? ഈ ബോട്ടിൽ ട്രീ ഇല്ലാതായതുകൊണ്ടുള്ള ദീർഘകാല പ്രത്യാഘാതങ്ങൾ അവരനുഭവിക്കാൻ പോവുകയാണ്. ലൈറ്റ് ഹൗസിലേക്ക് പെട്ടെന്നെത്താനുള്ള ഒരേയൊരു വഴി. എന്നാൽ എഴുതിയിൽ എണ്ണ ഒഴിക്കും പോലെ സോഫിയുടെ മറ്റൊരു ചെയ്തി. ഇത്തവണ ജയിക്കുമെന്നുള്ള ബോയ് വൈറ്റിൻ്റെ ശുഭാപ്തി വിശ്വാസം തനിക്ക് എപ്പോഴും ഇഷ്ടമാണെന്ന് പറഞ്ഞവൾ ആ ടാലിസ്മാനുകളെല്ലാം ഫാറവേ ട്രീയിലേക്ക് എറിഞ്ഞു കളയുകയാണ്. നമ്മൾ തുടക്കം മുതൽ കണ്ട നാട്ടുകാരുടെ ഏകരക്ഷയ ആ മന്ത്രത്തകിടുകൾ. ഇതില്ലെങ്കിൽ നമ്മൾ ഇന്നേവരെ കണ്ട പോലെ ആകില്ല ഇനി അവിടുത്തെ ജീവിതം. വീണ്ടും കുറ്റിക്കാടിലേക്കും ഭൂഗർഭ അറയിലേക്കൊക്കെ ഒളിക്കേണ്ട സ്ഥിതിയാണോ അവർക്ക്? ബോയിഡി ടാലിസ്മാൻ കണ്ടെത്തുന്നതിന് മുമ്പേ അങ്ങനെ ആയിരുന്നില്ലേ ജനങ്ങൾ മോൺസ്റ്ററിൽ നിന്നും ഒളിച്ചു കഴിഞ്ഞിരുന്നത്? ഇപ്പോൾ ആ ബോട്ടിൽ ട്രീ ഇല്ലാതായതോടെ ലൈറ്റ് ഹൗസുമായുള്ള അവരുടെ ബന്ധം പൂർണ്ണമായി അറ്റുപോയിരിക്കുന്നു. അതുകൊണ്ട് അവർക്കൊരിക്കലും ഈ ഫ്രംവില്ലിൽ നിന്ന് പുറത്തു പോകാൻ കഴിയില്ല എന്നായിരിക്കും അവൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ ബോയിൻ വൈറ്റിനെ സംബന്ധിച്ച് ഈ ഒരു പുനർജന്മങ്ങളായ ജെയ്ഡിൻ്റെ തബീതയുടെ മേൽ നല്ല വിശ്വാസമുണ്ടെന്ന് അവൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. ഇവർ രണ്ടും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും. ഇവർ രണ്ടുപേരും ചേർന്ന് കളിക്കുന്ന ഒരു വലിയ ഗെയിം പോലെയാണിത്. രണ്ട് ശക്തികൾ തമ്മിലുള്ള പോരാട്ടം. ബോയിൻ വൈറ്റ് എന്നത് നന്മയുടെ പ്രതീകവും മാനിനിയല്ലോ എന്നത് തിന്മയുടെ പ്രതീകവുമാണ്. ബോയിൻ വൈറ്റ് എപ്പോഴും ഈ പട്ടണത്തിൽ കുടുങ്ങുന്ന മനുഷ്യരുടെ ഭാഗത്താണ്. അവരെങ്ങനെയെങ്കിലും ഈ നരകത്തിൽ നിന്നും പുറത്തേക്ക് എത്തിക്കാൻ അവൻ ശ്രമിക്കുന്നു. എന്നാൽ മറ്റേതാകട്ടെ ആ മനുഷ്യരെ കൊന്നൊടുക്കാനും അവർ പുറത്തു കടക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. അതിനുവേണ്ടി അവൻ ഈ മോൺസ്റ്റേഴ്സിനെ ഉപയോഗിക്കുന്നു. നീ ഇത്തവണ തോൽക്കാൻ പോവുകയാണ് എന്ന് ബോയിൻ വൈറ്റ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഇതിനു മുമ്പ് പറഞ്ഞ എല്ലാ കളികളിലും എല്ലാ സൈക്കിൾസിലും ബോയിൻ വൈറ്റ് പരാജയപ്പെടുകയായിരുന്നു. അതായത് മനുഷ്യർ തോൽക്കുകയും എല്ലാവരും കൊല്ലപ്പെടുകയും ചെയ്തു. എന്നാൽ ഇത്തവണ അവന് വലിയ പ്രതീക്ഷയുണ്ട്. കാരണം മുമ്പ് ആർക്കും കഴിയാത്തൊരു കാര്യം ഇത്തവണ ജെയ്ഡും തബീത്തയും ചെയ്തിരിക്കുന്നു. അവർ ആ ബലിയർപ്പിക്കപ്പെട്ട കുട്ടികളുടെ അസ്ഥികൾ ശേഖരിച്ചു കഴിഞ്ഞു. മറുവശത്തേക്ക് നോക്കിയാൽ മാനിനെല്ലോയ്ക്കും വലിയ ആത്മവിശ്വാസമുണ്ട്. തബീത്തയുടെ പറഞ്ഞ ഓർമ്മയില്ലേ, നമ്മൾ ഈ കളി ഒരുപാട് തവണ കളിച്ചിട്ടുണ്ട്. അതായത് തബീത്തയുടെയും ജെയ്ഡിൻ്റെയും മുൻ ജന്മങ്ങൾ ഓരോ തവണയും ഈ കുട്ടികളെ രക്ഷിക്കാൻ ശ്രമിക്കുകയും അതിൽ പരാജയപ്പെട്ട് മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ മരിക്കുമ്പോഴെല്ലാം ഈ ഗെയിം റീസെറ്റ് ചെയ്യപ്പെടുന്നു. പുതിയ ആളുകൾ പട്ടണത്തിലേക്ക് വരുന്നു. കളി വീണ്ടും തുടങ്ങുന്നു. പക്ഷേ ജീവികൾക്ക് യാതൊരു മാറ്റവുമില്ല. അവ അന്നും ഇന്നും ഒന്നു തന്നെയാണ്. അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിച്ചു കഴിഞ്ഞ ഒരു സീസൺ എൻഡിങ് ആയിരുന്നു അത്. ഒരുപാട് ചോദ്യങ്ങളും അതിലേറെ ദുരൂഹതകളും ബാക്കി വെച്ചുകൊണ്ടാണ് ഈ സീസൺ അവസാനിച്ചിരിക്കുന്നത്. എങ്കിലും എനിക്ക് ഏറ്റവും വലിയ ശ്വാസം മുട്ടലുണ്ടാക്കിയത് ഇപ്പോഴും സീസൺ 3 മാനിനിയല്ലോ പുതിയ എൻറ്റിറ്റി വന്ന് ജിമ്മിനെ കൊന്നു നിർത്തിയ ആ ഒരു ഹെവി മാസ്മരിക മൊമെൻ്റാണ്. പിന്നെ കുറച്ചിടത്തേക്ക് മൊത്തത്തിൽ ശൂന്യതയായിരുന്നു. ഫുൾ ബ്ലാങ്ക് ഔട്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ബോയിഡ് താലിസ്മാൻ കണ്ടുപിടിച്ചതിന് ശേഷം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആളുകൾ വളരെ റിലാക്സ്ഡ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊന്നുമില്ലാത്ത അവസ്ഥയും രാവും പകലും തോന്നുമ്പോഴൊക്കെ മാറുകയും ചെയ്യുന്നത് ഒരു വലിയ ദുരന്തത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ബോയിഡ്, ഡോണ, വിക്ടർ തുടങ്ങിയ ആളുകളെ മുമ്പത്തേക്കാൾ കൂടുതൽ അവർക്കിപ്പോൾ ആവശ്യമായി വരും. ഇനി ആ താലിസ്മാനുകളുടെ കാര്യം, അതൊക്കെ എവിടെ പോയി വീഴാനാണ്? ആ ഫാറവേ ട്രീയിലേക്ക് ഇട്ടതുകൊണ്ട് അതിപ്പോൾ എവിടെ വേണമെങ്കിലും ചിതറി വീഴാം. ചിലപ്പോൾ ഒരു മലയിലോ തടാകത്തിലോ ഒക്കെ പോയി വീഴാം. എൻ്റെ ദൈവമേ, ഇതൊരു മോശം കാര്യമാണോ എന്നെനിക്കറിയില്ല. എന്നാൽ തീർച്ചയായും ഒരു നല്ല കാര്യവുമല്ല. കാരണം കെട്ടിടങ്ങളിൽ അവർക്ക് താലിസ്മാൻ ആവശ്യമാണ്. ഇതൊക്കെ എവിടെ പോയി വീഴുമെന്നതും സഹായിക്കാൻ ആർക്കെങ്കിലും അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നതും തികച്ചും ഭാഗ്യം പോലിരിക്കും. ഒരുപക്ഷെ ഈ കല്ലുകൾ ആരെങ്കിലും സ്റ്റോറി വാക്കിങ്ങിലൂടെയോ മറ്റോ കണ്ടെത്തി അതൊരു കൊച്ചു ഗുഹയിൽ കൊണ്ടടുക്കി വെക്കുമായിരിക്കും. എന്നിട്ട് ഇതായിരിക്കാം ചിലപ്പോൾ ബോയിഡ് ഫസ്റ്റ് സീസണിൽ കണ്ടെത്തുന്നത്. ഇങ്ങനെ തോന്നാൻ കാരണം ഒരു തലപോയിക്കുന്ന ബൂട്ട് സ്ട്രാപ്പ് പാരഡോക്സ് ഇവർ കഴിഞ്ഞ സീസണിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നല്ലോ. കിണറ്റിൽ വീണ ബോയിഡിനെ രക്ഷിക്കാൻ ടൈം ട്രാവൽ ചെയ്തെന്ന ജൂലി കയറിട്ട് കൊടുത്തത്. സോ അങ്ങനെയൊക്കെ ഉണ്ടായാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. കോളനി ഹൗസിലെ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഫ്രമിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യം ഇതായിരിക്കും. ഇനിയിപ്പോൾ കോളനി ഹൗസ് കൂട്ടക്കൊലയൊക്കെ വിട്ടേക്ക്. കാരണം ടൗൺ മൊത്തവും കൂട്ടക്കൊല ചെയ്യപ്പെടാനുള്ള ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. സീസൺ തീരുമ്പോൾ ചോദിക്കാനുള്ളൊരു കാര്യം, ആ ഗോലം എവിടെ പോയി? ഫാത്തിമയുടെ ആ ഗോലത്തിന് ജീവൻ വെച്ച് വരുന്നു എന്നൊക്കെ പറഞ്ഞാണ്. ഒരു അനക്കവും ഇല്ലല്ലോ. മേ ബി അടുത്ത സീസണിൽ കാണാമായിരിക്കും. ജൂലിയുടെ സ്റ്റോറി വാക്കിങ്ങിൽ നല്ല പ്രതീക്ഷയുണ്ടായിരുന്ന തുടക്കത്തിലെങ്കിലും അത് ഈ സീസണിൽ വലിയ രീതിയിൽ വർക്കായില്ല. എന്തായാലും ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് 5th സീസണിൽ നല്ലവണ്ണം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. സീസൺ 5 എപ്പോഴാണ് വരിക? ആരും പേടിക്കണ്ട, നമ്മൾ ഇതിനു മുമ്പും ഈ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളതാണ്. സീസൺ 5 തീർച്ചയായിട്ടും അവസാന സീസണാണ്, അത് കൺഫേം ചെയ്തതുമാണ്. നിലവിൽ അവർ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ല. എങ്കിലും സമ്മർ ടൈമിൽ വളരെ വേഗം തന്നെ ഷൂട്ടിംഗ് തുടങ്ങാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ നമുക്കൊരു പക്ഷേ അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ തിരിച്ചെത്താൻ കഴിഞ്ഞേക്കും. കാരണം പണ്ടത്തെ പാറ്റേണുകൾ അങ്ങനെയായിരുന്നു. അപ്പോൾ അതിനിടയിൽ നിങ്ങൾക്ക് കൂടുതൽ തിയറികളും മറ്റ് ഫ്രം റിലേറ്റഡ് വീഡിയോസൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് സെറ്റാക്കാം.
കാരണം അടുത്ത വർഷം വരെ പിടിച്ചിരിക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേണ്ടതുണ്ട്. ശരി ലവ്ലീസ്, നിങ്ങൾക്ക് പറയാൻ കുറേ കാണത്തില്ലേ ഈ ഫിനാലെ എപ്പിസോഡിനെ കുറിച്ച്? ഓരോ കാര്യങ്ങൾ പോരട്ടെ. ഐ എം വെയിറ്റിംഗ് ആൻഡ് ഇൻ ഒബ്സെഷൻ.